വിവിധ നിലവാരത്തിൽ പ്രകൃതി അതിന്റെ സംഹാര താണ്ഡവം അടുന്നതിലൂടെ നിരപരാധികളായ എത്രയോ മനുഷ്യർ ഭൂമുഖത്തു നിന്നും ഒരിമപ്പൊഴുതിൽ തുടച്ചു മാറ്റപ്പെടുവാൻ ഇടയായി തീരുകയുണ്ടായി. മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിൽ മാനവകുലത്തിന്റെ ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് സംശയം ജനിക്കത്തക്ക നിലവാരത്തിൽ ഭയങ്കരമായ സംഭവങ്ങളെ കൊണ്ട് വർത്തമാന പത്രങ്ങൾ നിറയുന്ന കാഴ്ചകളും നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വർഷത്തിന്റെ സമാപന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ഇന്നുവരെയും നമ്മെ പോറ്റിപ്പുലർത്തിയവനായ ദൈവത്തെ തിരിഞ്ഞൊന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പ്രവാചകനായ ഹബക്കൂക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് വായിച്ച കുറുവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മടക്കി ക്ഷണിക്കുകയാകുന്നു ചെയ്യുന്നത്. നമ്മൾ വായിച്ചത് വിശുദ്ധ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാകുന്നു ഒരു വാക്യം ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സത്യാവേദ പുസ്തകത്തിലെ 9-ാമത്തെ പുസ്തകമാകുന്നു ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം. യഹൂദന്മാരുടെ പരമ്പരാഗത മതഗ്രന്ഥമായിരിക്കുന്ന തൽമൂദിൽ ശമൂവേൽ പ്രവാചകന്റെ 1-2 പുസ്തകങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ പുസ്തകമായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ തൽമൂദ് അർത്ഥസംഖ്യയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ വെളിപ്പെടുത്തി തരുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ശമൂവേൽ പ്രവാചകൻ തന്നെയാകുന്നുവെന്ന് തൽമൂദ് അർത്ഥസംഖ്യയ്ക്കിടയില്ലാത്ത വിധത്തിൽ വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിനെ മുമ്പ്, അതായത് BC 1050-നും 1030-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാകുന്നു ശമൂവേൽ പ്രവാചകൻ ഈ പുസ്തകം എഴുതിയത് എന്ന് പൊതുവെ വേദപണ്ഡിതന്മാർ പരിഗണിച്ച് വരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. BC 1150-നും 1035-നും ഇടയ്ക്കുള്ളതായ ഏതാണ്ട് 115 വർഷ കാലഘട്ടത്തിലെ ഇസ്രായേൽ ചരിത്രത്തിന്റെ സംഹിതയാകുന്നു ഈ ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ ഭരണത്തിന് കീഴിൽ നിന്നും രാജാക്കന്മാരുടെ ഭരണത്തിലേക്കുള്ള ഇസ്രായേലിന്റെ ഭരണമാറ്റത്തിന്റെ ചരിത്രമാകുന്നു ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ അവരുടെ ചരിത്ര നേതാക്കന്മാരായിരുന്ന, ദേശീയ നേതാക്കന്മാരായിരുന്ന ശമൂവേലിന്റെയും ശൗലിന്റെയും ദാവീദിന്റെയും ചരിത്രവും ഈ ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായിരുന്ന ശൗലിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു വേദവാക്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി നമുക്ക് വായിച്ചു നോക്കാം. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഫിലിസ്ത്യൻ മുൻപേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ഒത്നിയേൽ മുതൽ ശമൂവേൽ പ്രവാചകൻ വരെ ഏതാണ്ട് 20ഓളം ജഡ്ജസ് അഥവാ ന്യായാധിപന്മാരാൽ ഇസ്രായേൽ ജനം നടത്തപ്പെട്ടുവെന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ഇസ്രായേലിലെ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കണം. എന്നാൽ ഈ ന്യായാധിപന്മാരാകുന്ന ആധ്യാത്മിക നേതാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ഫിലിസ്ത്യർ ശക്തി പ്രാപിക്കുന്നത് കണ്ട് ഭയപ്പെട്ടതായ ഇസ്രായേൽ ജനം ശമൂവേൽ പ്രവാചകനോട് അവർക്ക് സകല ജാതികൾക്കും ഉള്ളതുപോലെ ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്നും ശക്തനായ ഒരു രാജാവിനാൽ ഭരിക്കപ്പെടുവാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും അവർ അറിയിക്കുകയുണ്ടായി. പക്ഷേ അവരുടെ ഈ ആഗ്രഹം സർവശക്തനായ ദൈവത്തിനും അവരുടെ ന്യായാധിപനായിരുന്ന ശമൂവേലിനും ഒരുപോലെ ദുഃഖത്തിന് കാരണമായി തീർന്നു. ദൈവം ശമൂവേലിന്റെ സങ്കടാവസ്ഥ കണ്ടിട്ട് ശമൂവേലിനോട് ഇപ്രകാരം അരുളി ചെയ്തു, ശമൂവേലേ, ഞാൻ അവരുടെ രാജാവായി ഇരിക്കാതിരിക്കത്തക്കവണ്ണം അവർ എന്നെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്, നിന്നെയല്ല തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശമൂവേലിനെ സർവശക്തനായ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിച്ചിട്ട് ഇസ്രായേലിൽ ഒരു രാജാവിനെ വാഴിക്കുവാനുള്ള അധികാരവും ഉത്തരവാദിത്വവും
ശമൂവേൽ പ്രവാചകനെ ഏൽപ്പിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ രാജകീയ ഗോത്രം യഹൂദ ആയിരുന്നെങ്കിലും ഇസ്രായേൽ രാജസ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും എളിയ ഗോത്രമായിരുന്ന ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാകുന്നുവെന്ന് നമുക്ക് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ബെന്യാമിൻ ഗോത്രത്തിലെ ധനാഢ്യനായിരുന്ന കീസ് എന്ന് പറയുന്ന ഒരു പ്രമാണിയുടെ മകനായിരിക്കുന്ന ശൗൽ എന്ന് പറയുന്ന കോമള രൂപിയും അരോഗ ദൃഢഗാത്രനും ദീർഘകായകനുമായ പുരുഷൻ അപ്പന്റെ കാണതായ കഴുതകളെ തേടി അലഞ്ഞ് ഒടുവിൽ ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ അരുളപ്പാട് തേടി ശമൂവേൽ പ്രവാചകന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുന്നതായ ഒരു സന്ദർഭത്തെ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് അരുളപ്പാട് കൊടുക്കുന്നു, കഴുതയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യഹോവ തന്റെ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഭിഷേക തൈലം അവന്റെ തലമേലൊഴിച്ച് ഇസ്രായേലിന്റെ രാജാവായി അവനെ അഭിഷേകം ചെയ്യുന്ന ചരിത്രം നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്ത അനന്തരം ശമൂവേലിനെ കൂട്ടിക്കൊണ്ടുപോയി മിസ്പയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇസ്രായേൽ ജനതയിൽ ആരാകുന്നു രാജാവായിരിക്കുവാൻ അവകാശപ്പെട്ടവൻ എന്നറിയുവാൻ ചീട്ടിട്ട് ഒടുവിൽ ചീട്ട് ശൗലിന്റെ പേർക്ക് വീണിട്ട് അവന്റെ രാജസ്ഥാനം സ്ഥിരീകരിക്കപ്പെടുന്നത് നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കുന്നു. അനന്തരം ഗിലെയാദിൽ പാളയമിറങ്ങിയ മൂന്നിനെ ദൈവാത്മ പ്രേരിതനായി ശക്തനായ ശൗൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതോടുകൂടെ ജനം ഒന്നടങ്ക ശൗലിന്റെ പിന്നിൽ അണിനിരക്കുകയും അങ്ങനെ ഒടുവിൽ അവനെ ഗിൽഗാലിൽ വെച്ച് ഇസ്രായേലിന്റെ രാജാവായി വാഴിക്കുകയും ചെയ്യുന്നു. ശൗൽ ഇസ്രായേലിന്റെ രാജാവായി വാഴിക്കപ്പെട്ട അനന്തരം ശമൂവേൽ പ്രവാചകൻ ഒരു വിടവാങ്ങൽ ഹൃദയഭേദകമായ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ അധികാരം ശൗലിന് കൈമാറിയിട്ട് അവൻ രാജഭരണത്തിൽ നിന്ന് രാജ്യത്തിന്റെ പൊതുകാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായി ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ശൗൽ രാജാവിന്റെ ഭരണകാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സംഘർഷപൂരിതമായ ഒരു ദീർഘ കാലയളവിനെ കുറിച്ച് നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ പഠിക്കുവാൻ സാധിക്കും. ആ ചരിത്രത്തിലേക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ വായിച്ച കുറുവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ വീണ്ടും താല്പര്യപ്പെടുകയാകുന്നു ചെയ്യുന്നത്. അപ്പന്റെ കാണാതായ കഴുതകളെ തേടി അലഞ്ഞ് അവനൊടുവിൽ ആലോചന ചോദിച്ച് ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ എത്തി. ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ എത്തുമ്പോൾ ഇസ്രായേലിന്റെ അവകാശത്തിന്റെ പ്രഭുവായി ദൈവത്താൽ നിയുക്തനായിരിക്കുന്ന പുരുഷൻ ഇത് തന്നെയെന്ന് ദൈവാത്മാവിൽ ഗ്രഹിച്ചതായ ശമൂവേൽ അവന്റെ അടുത്ത് വന്നിരിക്കുന്ന ശൗലിനോട് ഇപ്രകാരം പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. അവിടെ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുകയാകുന്നു, നിന്റെ ഭൃത്യനോട് അല്പം മുന്നോട്ട് കടന്നു പോകുവാൻ നീ പറഞ്ഞാട്ടെ. ആ ഭൃത്യൻ മുന്നോട്ട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുന്നു, യഹോവയുടെ അരുളപ്പാട് നിന്നോട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുവാൻ പറയുന്നു. അങ്ങനെ ശമൂവേൽ പ്രവാചകന്റെ ആലോചന കേട്ടിട്ട് ശൗൽ ശമൂവേൽ പ്രവാചകന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തൈലാഭിഷേകം കൊണ്ട് അഭിഷക്തനായി തീർന്ന ശൗൽ ഗിൽഗാലിൽ ചെന്ന് രാജ്യത്വം ഏറ്റെടുക്കുന്നത് വരെ അവന്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട, അവൻ അനുഷ്ഠിക്കേണ്ട 4 ദൈവികമായ അരുളപ്പാടുകൾ ഇതാ ശമൂവേൽ പ്രവാചകൻ ശൗലിന് കൈമാറുന്നതായി അതിന്റെ 10-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ശമൂവേൽ പ്രവാചകൻ ശൗലിന് 4 ദൈവിക അരുളപ്പാടുകൾ കൊടുക്കുന്നു. ഈ അരുളപ്പാടുകൾ കൊടുക്കുമ്പോൾ ഈ അരുളപ്പാടുകൾക്ക് നിശ്ചയമായിട്ടും ഇസ്രായേൽ ചരിത്രവുമായിട്ട് ബന്ധമുള്ളതായി കാണുവാൻ സാധിക്കുന്നു. ശമൂവേൽ ശൗലിന് കൈമാറുന്ന ആദ്യത്തെ 2 ദൈവിക അരുളപ്പാടുകൾ ഗോത്രപിതാവായ യാക്കോബിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും, 3-ാമത്തെ ദൈവത്തിന്റെ അരുളപ്പാട് ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും, അവന്റെ അവസാനത്തെ അരുളപ്പാട് യോശുവയുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിലും ആണെന്ന് കാണുവാൻ സാധിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 1-ാമത് നൽകുന്ന ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 ശമൂവേൽ 10-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിരിങ്കിലെ സെൽസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്കരികെ വെച്ച് 2 ആളെ കാണും. അവിടെ പറയുന്നു, ശൗലേ, നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കൽ വെച്ച്
വെച്ച് സെൽസഹിൽ റാഹേലിന്റെ കല്ലറത്തൂണിന്റെ അരികിൽ വെച്ച് രണ്ട് പുരുഷന്മാരെ കാണുവാൻ ഇടയായിത്തീരും. ഈ രണ്ട് പുരുഷന്മാർ നിന്നെ കണ്ടിട്ട് പറയും, അപ്പന്റെ കഴുതകളെയൊക്കെ കെട്ടി, പക്ഷേ എന്റെ മകന് വേണ്ടി ഞാൻ എന്തു ചെയ്യുമെന്ന് ഓർത്ത് അപ്പൻ നിന്നെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ആ രണ്ടുപേർ നിന്നോട് പറയും. അതാകുന്നു ശമൂവേൽ ശൗലിന് കൊടുത്ത ഒന്നാമത്തെ അരുളപ്പാട്. രണ്ടാമത്തെ അരുളപ്പാടിലേക്ക് വരുമ്പോൾ, അതിന്റെ 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ ശമൂവേൽ ശൗലിനോട് വീണ്ടും പറയുന്നു, അവിടെ നിന്ന് നീ മുന്നോട്ട് കടന്നു പോകുമ്പോൾ താബോരിൽ കരുവേലകത്തിന്റെ അടുക്കൽ നീ എത്തിച്ചേരും. നീ താബോരിൽ കരുവേലകത്തിന്റെ അടുക്കൽ എത്തിച്ചേരുമ്പോൾ ഇത് ബഥേലിൽ യാഗം കഴിക്കുവാൻ പോകുന്ന 3 പുരുഷന്മാർ നിനക്ക് എതിർപ്പെടും. അതിൽ ഒരുത്തന്റെ കയ്യിൽ 3 കുഞ്ഞാടുണ്ട്, മറ്റൊരുത്തന്റെ കയ്യിൽ 3 അപ്പമുണ്ട്, മറ്റൊരുത്തന്റെ കയ്യിൽ 1 തുരുത്തി വീഞ്ഞും ഉണ്ട്. അവർ നിന്നോട് കുശലം പറഞ്ഞാലും അവർ നിനക്ക് 2 അപ്പം തരും, നീ അത് വാങ്ങിച്ചു കൊള്ളണം. അത് രണ്ടാമത്തെ അരുളപ്പാട്. അതും കഴിഞ്ഞിട്ട് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ശമൂവേൽ തന്റെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ 3-ാമത്തെ അരുളപ്പാട് അറിയിക്കുന്നു. അവിടെ ശമൂവേൽ പറയുകയാണ്, നീ അതിനുശേഷം ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിലേക്ക് കടന്നു ചെല്ലും. നീ ദൈവഗിരിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്നും വീണയും തപ്പും കുടലും കിന്നരവും വായിച്ചുകൊണ്ട് പ്രവാചകന്മാർ നിന്നെ എതിരിടുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിരിക്കും. അവർ പ്രവചിച്ചുകൊണ്ടേ ഇരിക്കും. ആ പ്രവചിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ യോഗ്യതരായ പ്രവാചകന്മാർ നിന്റെ അടുക്കൽ എത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. നീ ആൾ മാറിയതുപോലെ ആയിത്തീരും. നീയും ശക്തിയോടെ പ്രവചിക്കും. ആകെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞ് ഈ ലക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൽ കണ്ടാൽ യുക്തമെന്ന് തോന്നുന്നത് നീ ചെയ്തു കൊള്ളണം. ദൈവം നിന്നോട് കൂടെയുണ്ട്. അത് 3-ാമത്തെ അരുളപ്പാട്. അനന്തരമായി 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ശമൂവേൽ 4-ാമത്തെ അരുളപ്പാട് അറിയിക്കുന്നു. അതിനുശേഷം നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് കടന്നു പോകണം. അവിടെ ഞാൻ നിന്റെ അടുക്കൽ വരും. അവിടെ വെച്ച് നീ ഒരു ഹോമയാഗവും നീ ഒരു സമാധാനയാഗവും കഴിക്കണം. അതിനുശേഷം പിന്നീട് നീ എന്തു ചെയ്യണമെന്നുള്ളത് ഞാൻ നിന്നോട് അറിയിച്ചു തരാം. ഇപ്രകാരം 4 ദൈവത്തിന്റെ അരുളപ്പാടുകൾ ശമൂവേൽ പ്രവാചകൻ ശൗലിന് കൈമാറുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഇത് ശമൂവേലിനാൽ തൈലാഭിഷേകം പ്രാപിച്ചതായ ശൗല് രാജസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെടുമ്പോൾ, അവൻ രാജസ്ഥാനത്ത് വാഴിക്കപ്പെടും മുമ്പ്, അവന്റെ രാജ്യത്വം ഉറപ്പിക്കും മുമ്പ് അവന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട 4 ദൈവികമായ അരുളപ്പാടുകളാകുന്നു. ആത്മീയമായി ഈ വിഷയത്തെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട രാജ്യത്വം പ്രാപിക്കും മുമ്പ് നിന്റെ ജീവിതത്തിൽ നീ അനുഷ്ഠിക്കുവാൻ ദൈവാത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുന്ന 4 ദൈവിക അരുളപ്പാടുകളെ ഇതിൽ മറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ലഭ്യമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ ഓരോ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ കർത്താവിൽ താല്പര്യപ്പെടട്ടെ. അതിൽ ആദ്യത്തെ അരുളപ്പാടിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു നോക്കിയാട്ടെ. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കിലെ സെൽസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്ക് അരികെ വെച്ച് 2 ആളെ കാണും. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കിൽ സെൽസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്കരികിൽ വെച്ച് 2 പേരെ കാണുവാനിടയായി തീരും. ആ 2 പേരും നിന്നോട് ഒരു കാര്യം പറയും. എന്താ പറയുന്നറിയാമോ? അപ്പൻ നിന്നെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടുവെന്ന് ഓർത്ത് നിന്റെ അപ്പൻ നിന്നെ ചൊല്ലി ദുഃഖിക്കുകയാകുന്നു. ആകയാൽ ഈ വിഷയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ 2 പേർ ഒരേ സ്വരത്തിൽ ശൗലിനോട് പറയുന്നു, നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി ദുഃഖിക്കുന്നു. എന്റെ മകന് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നോർത്ത് നിന്റെ അപ്പൻ നിന്നെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇത് 2 പേരുടെ വാമൊഴിയാൽ ഉറപ്പിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. 2 പേരുടെ സാക്ഷ്യമൊഴിയാൽ ഏതു കാര്യവും ഉറപ്പിക്കുവാൻ സാധിക്കും. ആകയാൽ നിശ്ചയമായിട്ടും ഈ 2 പേർ ഒരുപോലെ വാമൊഴി നൽകുന്നത് കൊണ്ട് ശൗലിന് ഉറപ്പിക്കുവാൻ സാധിക്കും, എന്റെ അപ്പൻ എന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിൽ അല്ലെങ്കിൽ
ഏത് സ്ഥലത്ത് വെച്ചാകുന്നു ഇത് ശൗലിനോട് അവർ പറഞ്ഞത് എന്നുള്ളതിനാണ് പ്രസക്തി. ശൗൽ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് ഏറ്റെടുത്ത റാഹേലിന്റെ കല്ലറയ്ക്ക് അരികൽ എത്തുമ്പോൾ അവിടെ വെച്ച് രണ്ട് സാക്ഷികൾ വന്ന് പറയും, നിന്റെ അപ്പൻ നിന്നെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ വെച്ച്? നീ റാഹേലിന്റെ കല്ലറയ്ക്ക് അരികലെത്തുമ്പോൾ പറയും, നിന്റെ അപ്പൻ നിന്നെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് റാഹേലിന്റെ കല്ലറയ്ക്ക് അരികലെത്തുമ്പോൾ അവർ നിന്നോടത് പറയുമെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം റാഹേലിന്റെ കല്ലറത്തോൺ അതൊരു സ്മാരകമാണ്, അതൊരു ജ്ഞാപക സ്തംഭമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യ ഒരു ജ്ഞാപക സ്തംഭമായി നിൽക്കുന്നത് പോലെ റാഹേലിന്റെ കല്ലറത്തോണം ഒരു ജ്ഞാപക സ്തംഭമാണെന്ന് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. റാഹേൽ മരിച്ചനന്തരം യാക്കോബ് അവിടെ കല്ലറയിൽ ഒരു തൂൺ നിർത്തി. അത് ഇന്നുവരെയും ആ നിലവാരത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ വാക്യം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിച്ചാട്ടെ. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അടുത്തത് റാഹേലിന്റെ കല്ലറത്തൂൺ എന്ന പേരോട്, അത് റാഹേലിന്റെ കല്ലറത്തൂൺ എന്ന പേരോടുകൂടെ ഇന്നുവരെ അതവിടെ നിൽപ്പുണ്ട്. കാരണം അതൊരു സ്മാരകമാണ്. റാഹേലിന്റെ കല്ലറത്തൂൺ എന്താണ് ആ സ്മാരകം വിളിച്ചു പറയുന്നത് എന്ന് വെച്ചാൽ ബെന്യാമിന്റെ അതിരങ്കൽ സെൽസഹിൽ റോഡരികിൽ വഴിയരികിൽ കാണപ്പെടുന്ന റാഹേലിന്റെ കല്ലറത്തൂൺ വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് റാഹേലിന്റെ കല്ലറത്തൂൺ വിളിച്ചു പറയുന്നത്? എനിക്ക് പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ഇതാണ് അവൾ വിളിച്ചു പറയുന്നത്. ആ കല്ലറത്തൂൺ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, വഴിയരികിൽ ഇവളുടെ കല്ലറത്തൂൺ കാണുമ്പോൾ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിക്കുവാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചിട്ടില്ല. അതൊരു ജ്ഞാപക സ്തംഭം. ആകെ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിക്കാതെ വഴിയരികിൽ അടക്കം പ്രാപിച്ചതായ റാഹേലിന്റെ കല്ലറത്തൂണിന്റെ അരിക്കൽ വെച്ച രണ്ട് സാക്ഷികൾ വന്ന് ശൗലിനോട് പറയുന്നു, ശൗലേ, നിന്നെ ഓർത്ത് നിന്റെ അപ്പൻ കരയുകയാണ്. ഇതൊരു ജ്ഞാപക സ്തംഭമാണ്, നിന്റെ ജീവിതത്തിൽ മറന്നുപോകരുത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിതത്തിന്റെ സമാപ്തി എന്ന് പറയുന്നത് അവർ ഈ ലോകത്തിൽ ജീവിച്ചനന്തരം അവിടെ ജനത്തോട് ചേർന്ന് പിതാക്കന്മാരുടെ കല്ലറകൾ അടക്കം പ്രാപിക്കണം. അതവിടെ ജീവിതത്തിന്റെ പൂർണ്ണതയാകുന്നു. അതുകൊണ്ട് യാക്കോബ് അവന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 29 മുതൽ വായിക്കുമ്പോൾ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ച അനന്തരം അവരോട് ഇപ്രകാരം പറയുന്നുണ്ട്. അവരോട് പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ എന്റെ ജനത്തോട് ചേരും. ഞാൻ ഇങ്ങനെ അനുഗ്രഹിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ജനത്തോട് ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ആ ബെന്യാമീന്റെ അതിരങ്കലുള്ളതായ എഫ്രാന്റെ നിലത്തുള്ളതായ ആ മക്പേല എന്ന ഗുഹയിൽ നിങ്ങൾ എന്നെ അടക്കം ചെയ്യണം. അത് പറഞ്ഞിട്ട് അതിന്റെ 31-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ അതിന്റെ 31-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, അവിടെ അവർ അബ്രഹാമിനെ അടക്കിയിട്ടുണ്ട്. വായിച്ചാട്ടെ. അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറിയെയും ഇസഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും, അവിടെ അവർ അബ്രഹാമിനെ അടക്കിയിട്ടുണ്ട്, അവന്റെ ഭാര്യയായ സാറയെ അടക്കിയിട്ടുണ്ട്, ഇസഹാക്കിനെ അടക്കിയിട്ടുണ്ട്, റിബേക്കയെ അടക്കിയിട്ടുണ്ട്. അടുത്തത് അവിടെ ഞാൻ ലേയയെ അടക്കിയിട്ടുണ്ട്. റാഹേലിനെ അവിടെ അടക്കിയിട്ടില്ല. ഏറ്റവും സ്നേഹിച്ചത് റാഹേലിനെ, പക്ഷെ റാഹേലിനെ വഴിയരികെ അടക്കി. അവിടെ ഞാൻ ലേയയും അടക്കിയിട്ടുണ്ട്, പക്ഷെ റാഹേലിനെ അവിടെ അടക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് എന്നെയും അവിടെ തന്നെ അടക്കണം. അതുകൊണ്ട് റാഹേലിന്റെ കൂടെ അടക്കണം. ഞാൻ റാഹേലിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നല്ല യാക്കോബ് പറയുന്നത്. റാഹേൽ അവിടെ അടക്കം പ്രാപിച്ചിട്ടില്ല, ഞാൻ അവിടെ ലേയെ അടക്കിയിട്ടുണ്ട്, എന്നെയും അവിടെ അടക്കണം. അത് പഴയ നിയമ പിതാക്കന്മാരുടെ ജീവിതത്തിന്റെ പൂർത്തീകരണമാകുന്നു. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാട്ടെ. ജോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ജോസഫ് തന്റെ സഹോദരന്മാരോട് സംസാരിക്കുന്നു. അനന്തരമായി പറയുകയാണ്, ഞാൻ മരിക്കുകയാണ്, എന്റെ പ്രാണന നിമിഷം പോകും. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് എന്നെങ്കിലും നമ്മുടെ ദൈവം നമ്മെ സന്ദർശിച്ച് മടക്കിക്കൊണ്ടുപോയാൽ എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. എന്റെ പിതാക്കൾ
പിതാക്കന്മാരുടെ ദേശത്ത്, എന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ എന്റെ അസ്ഥികൾ അടക്കം ചെയ്യണം. അത് ജോസഫിന്റെ ആഗ്രഹമാ. അത് ഏതൊരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിക്കണമെന്നുള്ളത് അവിടെ ജീവിതത്തിന്റെ അഭിലാഷമാ, അവിടെ ജീവിതത്തിന്റെ ആഗ്രഹമാ. പക്ഷെ എന്ത് സംഭവിച്ചു? റാഹേലിന് അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. അവളെ വഴിയരികിൽ, സെൻസകിൽ ബെന്യാമിന്റെ അതിരിങ്കലുള്ളതായ വഴിയരികിൽ അവളെ അടക്കി. അവളെ അടക്കിയിരിക്കുന്ന കല്ലറയിൽ ഒരു തൂൺ നിർത്തി ലോകത്തിന്റെ മുമ്പിൽ ഒരടയാളമായിട്ട് നിർത്തിയിരിക്കുകയാ. കാണുന്നവരൊക്കെ ഈ കല്ലറ തൂൺ കണ്ട് പലതും പഠിക്കുവാനുണ്ട്. ഇവർക്ക് പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് റാഹേലിന് പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല? ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യാക്കോബ് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്: ഞാൻ പദ്ദനിൽ നിന്നും മടങ്ങി വരുമ്പോൾ കനാൻ ദേശത്ത് വെച്ച് എഫ്രാത്തിയിലെത്തുവാൻ അല്പം ദൂരം ബാക്കിയുള്ളപ്പോൾ വഴിയിൽ വെച്ച് അവൾ മരിച്ചു. അവളെ ഞാൻ വഴിയരികിൽ അടക്കം ചെയ്തു എന്ന് പറയാകുന്നു ചെയ്യുന്നത്. അവൻ പദ്ദനാരാമിൽ നിന്ന് മടക്കി വരുന്നു, കനാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ കനാനിൽ എഫ്രാത്ത, അവിടെ എത്തിയിട്ടില്ല. എഫ്രാത്തിയിലെത്തുവാൻ അല്പം ദൂരം ബാക്കിയുണ്ട്. വഴിയിൽ വെച്ച് റാഹേൽ പ്രസവിച്ചു, ഒരു സന്തതിക്ക് ജന്മം കൊടുത്തു ബെന്യാമീൻ. ആ പ്രസവത്തോടുകൂടി അവൾ മരിച്ചു. ആ മരണത്തിൽ അവളെ വഴിയരികിൽ അടക്കം ചെയ്തു. എന്തുകൊണ്ട് അവൾക്ക് എഫ്രാത്തയിൽ എത്തുവാൻ കഴിഞ്ഞില്ല? എഫ്രാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ബേദലേഹമാകുന്നു ആ കാലഘട്ടത്തിൽ എഫ്രാത്ത എന്ന് വിളിച്ചിരുന്നത്. എഫ്രാത്ത എന്ന വാക്കിന്റെ അർത്ഥം ഫ്രൂട്ട്ഫുൾനെസ് എന്നാകുന്നു, അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്നാകുന്നു. എന്ന് വെച്ചാൽ ഫലപൂർണത എന്നാകുന്നു എഫ്രാത്ത എന്ന വാക്കിന്റെ അർത്ഥം. അവർക്ക് ആ ഫ്രൂട്ട്ഫുൾനെസ്സിൽ എത്തുവാൻ കഴിഞ്ഞില്ല, അവർക്ക് ഫലപൂർണതയിൽ എത്തുവാൻ കഴിഞ്ഞില്ല, ആ പെർഫെക്ഷനിൽ എത്തുവാൻ കഴിഞ്ഞില്ല. എഫ്രാത്തയിൽ എത്തിച്ചേരുവാൻ റാഹേലിന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഒരല്പ ദൂരം ബാക്കിയുള്ളപ്പോൾ വഴിയിൽ വെച്ചവൾ മരിക്കുവാൻ ഇടയായി തീർന്നു. അവളെ വഴിയരികിൽ അടക്കം ചെയ്തു. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ട് റാഹേലിന് പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് റാഹേൽ അവളുടെ ജീവിതത്തിൽ എഫ്രാത്തയിൽ എത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല? എഫ്രാത്തയിലെത്തി മരിക്കുക എന്ന് വെച്ചാൽ അത് പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാ. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1 ദിനവൃത്താന്തം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഹെസ്രോൻ കാലേബിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഹെസ്രോൻ കാലേബ് എഫ്രാത്തയിലെത്തി മരിച്ചു എന്നാണ് നമ്മളത് വായിക്കുന്നത്. 1 ദിനവൃത്താന്തം 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിച്ചാട്ടെ. ഹെസ്രോൻ കാലേബ് എഫ്രാത്തയിൽ വെച്ച് മരിച്ച ശേഷം ഹെസ്രോന്റെ ഭാര്യ ഹെസ്രോൻ കാലേബ് എഫ്രാത്തയിൽ എത്തി മരിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ പിതാക്കന്മാർ എഫ്രാത്തയിൽ വെച്ച് മരിച്ചു. അവിടെ എഫ്രാത്തയിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിച്ചു. എന്നാൽ റാഹേലിനോ എഫ്രാത്തയിൽ എത്തുവാൻ അല്പം ദൂരം ബാക്കിയുള്ളപ്പോൾ ആ പൂർണ്ണത പ്രാപിക്കും മുമ്പ് അവൾ വഴിയരികെ മരിച്ചു. പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം പ്രാപിച്ചില്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ യാക്കോബിന്റെ ശാപമായിരുന്നു. യാക്കോബിന്റെ ശാപം അവളുടെ ജീവിതത്തിൽ പിടിച്ചുപറ്റി. യാക്കോബിന്റെ ശാപം പിടിച്ചുപറ്റുവാൻ വ്യക്തമായ ഒരു കാരണവുമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ 31-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പദ്ദനാരാമിൽ നിന്നും യാക്കോബും ഈ റാഹേലും ലേയയ്ക്കും മടങ്ങി വരുമ്പോൾ റാഹേൽ ഒരു വ്യാജഭാവം കാണിച്ചു, ഒരു കള്ളത്തരം കാണിച്ചു. അവൾ ചെയ്തത് അവളുടെ അപ്പന്റെ ഗ്രഹവിഗ്രഹം അവൾ മോഷ്ടിച്ച് ഒട്ടകക്കോപ്പിനകത്തിട്ടു. അതവൾ കാണിച്ച തെറ്റ. പദ്ദനാരാമിനെ അവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് അവിടെ ഗ്രഹബിംബം എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട്. ഗ്രഹബിംബം എന്ന് പറഞ്ഞാൽ ഒന്ന്, അത് അന്യാരാധനയുടെ മൂർത്തിയാണ്. 2, ഗ്രഹബിംബം ഉപയോഗിച്ചായിരുന്നു പുരാതന കാലത്ത് പദ്ദനാരാമിലുള്ളവർ ക്ഷുദ്രപ്രയോഗങ്ങളും ആഭിചാര പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഒരു കുടുംബത്തിൽ പരമ്പരയ ആരുടെ കൈവശമാണോ ഗ്രഹബിംബം വരുന്നത് അവർക്കായിരിക്കും കുടുംബത്തിന്റെ അനന്തരാവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം റാഹേലിന് അറിയാവുന്നത് കൊണ്ട് അവൾ മിടുക്കിയ. അവൾ പോയപ്പോൾ അപ്പന്റെ പ്രമാണവും കൂടെ എന്ന് വെച്ചാൽ ആ ഗ്രഹബിംബം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ടാ പോയത്. കാര്യം റാഹേലിന്റെ കയ്യിൽ ഗ്രഹബിംബം ഇരുന്നു കഴിഞ്ഞാൽ അപ്പന്റെ സമ്പത്തിന്റെ അനന്തരാവകാശം റാഹേലിനായിരിക്കും. ഗ്രഹബിംബം ആരുടെ കയ്യിൽ വരുമോ അവർക്കായിരിക്കും അനന്തരാവകാശം. ഇത് റാഹേലിന് നന്നായിട്ടറിയാം. അവളത് കൈവശം കരുതിക്കൊണ്ടുപോയി. എന്നാൽ സംഭവിച്ചതെന്തെന്നറിയാമോ? ലാബാൻ വന്ന് നോക്കുമ്പോൾ
ഇതാ ഗ്രഹവിഗ്രഹം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ തന്നെ മക്കളുമായി യാക്കോബിനെയും കൂടെയുള്ളവരെയും പിൻഗമിക്കുന്നു. അവർ വന്ന് ഗ്രഹബിംബത്തെ കുറിച്ച് സംസാരിക്കുന്നു. നിരപരാധിയായി യാക്കോബ് ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഇസ്രായേൽ പാളയത്തിൽ ഒരിടത്തും ഗ്രഹവിഗ്രഹം ഇല്ലെന്ന് അവൻ ചിന്തിച്ചത്. പക്ഷേ ഗ്രഹവിഗ്രഹം മോഷ്ടിച്ചു എന്നുള്ളത് അവനൊരു അപമാനമായി തോന്നി. അവന്റെ വായെടുത്ത് ശപിച്ചു. എന്താണ് അവൻ വായെടുത്ത് ശപിച്ചെന്നറിയാമോ? ഉൽപ്പത്തി 31:32 വാക്യത്തിൽ അവൻ പറഞ്ഞു, ആരുടെ പക്കൽ ഗ്രഹവിഗ്രഹം ഇരിക്കുന്നുവോ അവൻ ജീവനോടെ ഇരിക്കരുത്. ഈ ശാപം വന്ന് കയറിയത് താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ പ്രിയപത്നി റാഹേലിന്റെ മേളിലാണെന്ന് ഒരിക്കൽ പോലും യാക്കോബ് അറിഞ്ഞില്ല. യാക്കോബ് അറിയാതെ പറഞ്ഞുപോയി, ആരുടെ പക്കൽ ഗ്രഹവിഗ്രഹമുണ്ടോ അവൻ ജീവനോട് ഇരിക്കരുത്. ആ ശാപം അവൾ പിടിച്ചുപറ്റി. അറിയാതെ ശാപവും പേറിക്കണ്ട അവൾ ജീവിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കേണ്ട യമക്കളെ, എന്തുകൊണ്ട് അവൾക്ക് പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം കിട്ടിയില്ല? എന്തുകൊണ്ട് അവൾ വഴിയരികിൽ അടക്കം പ്രാപിച്ചു? എന്തുകൊണ്ട് അവൾക്ക് എഫ്രാത്തിയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല? ചിന്തിച്ചു നോക്കണം. അതിന്റെ അടിസ്ഥാനപരമായ കാരണത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ രണ്ട് വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, കനാനിലേക്കാണ് അവൾ യാത്ര ചെയ്തതെങ്കിലും അവളുടെ കയ്യിൽ പദ്ദനാരാമിലെ വിഗ്രഹം സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവളുടെ യാത്ര കനാനിലേക്ക് ഇപ്പോഴും അവിടെ ഒട്ടഹക്കൊപ്പിൽ ജാതീയ വിഗ്രഹങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളുടെ ജീവിതത്തിൽ വഴിയരികിൽ അവൾ പട്ടുപോകുവാൻ കാരണമായി തീർന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അവൾ ആ ഗ്രഹവിഗ്രഹത്തെ മോഷ്ടിച്ചിട്ട് അവൾ കാര്യം മറച്ചു വെച്ചു. ഭർത്താവിനോട് പോലും കാര്യം പറഞ്ഞില്ല. ആകെ വളരെ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. റാഹേലിന്റെ കല്ലറച്ചൂൾ നമുക്കൊരു ജ്ഞാപകമായിരിക്കണം. നമ്മൾ അഭിഷേകം പ്രാപിച്ചവരൊക്കെയാ. പക്ഷെ രാജത്വത്തിൽ എത്തുന്നതിന് മുമ്പ് റാഹേലിന്റെ കല്ലറച്ചൂൾ വഴിയരികെയുണ്ട്. അത് നമുക്കൊരു സ്മാരകമാ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? റാഹേലിന് സംഭവിച്ചത്, അവിടെ കാലടികൾ കനാനിലേക്ക് ഇപ്പോഴവിടെ ഒട്ടഹക്കൊപ്പിൽ പദ്ദനാരാമിലെ വിഗ്രഹങ്ങൾ കിടക്കുന്നു. നിങ്ങളുടെ ജീവിതയാത്രയിലും ഇത് വലിയൊരു പാഠമായിരിക്കണം. വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് കാലടികൾ വെച്ച് ഓടുമ്പോൾ അനേകരുടെ ജീവിതത്തിലും മനസ്സിപ്പോഴും പദ്ദനാരാമിൽ കിടക്കുകയാണ്. പദ്ദനാരാമിലെ വിഗ്രഹങ്ങളെ അവർ വിട്ടുകളഞ്ഞിട്ടില്ല. കാലടികൾ കനാനിലേക്ക്, പക്ഷെ ഇപ്പോഴും ജീവിതത്തിൽ പദ്ദനാരാമിലെ വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. പഴയ സ്വഭാവം മാറ്റിയിട്ടില്ല. മനസ്സിപ്പോഴും പഴയ ജീവിതത്തിലേക്ക് കിടക്കുകയാകുന്നു ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് അവർ കനാനിനെ നോക്കി യാത്ര പുറപ്പെട്ടത്. പക്ഷേ കനാൻ ദേശത്ത് അവർക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാൻ സാധിച്ചില്ല. എന്തുകൊണ്ടത് സാധിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. അതിന് വ്യക്തമായ കാരണമുണ്ട്. റാഹേലിന് സംഭവിച്ചത് അവർക്കും സംഭവിച്ചത്. അവരുടെ കാലടികൾ കനാനിലേക്ക്, പക്ഷേ അവരുടെ മനസ്സോ മിസ്രയീമിൽ കിടക്കുകയാ ചെയ്യുന്നത്. മുൻപോട്ട് പോകുന്നെങ്കിലും മനസ്സിപ്പോഴും മിസ്രയീമില്ല. ജീവിതയാത്രയിൽ എന്തെങ്കിലും ഒരു പ്രതികൂലം നേരിട്ടാൽ മതി, ഒരു പ്രതിസന്ധി നേരിട്ടാൽ മതി, ഉടൻ അവർ പറയാൻ തുടങ്ങും, അയ്യോ പണ്ട് മിസ്രയീമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് എത്ര നന്നായിരുന്നു. ഈ മരുഭൂമി യാത്രയിൽ കനാനിലേക്കുള്ള ജീവിത വഴിയിൽ ഒരല്പം ഭക്ഷണത്തിന് പരാജയം വന്നു. ഒരു വിശപ്പ് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ, ഭക്ഷണം ലഭിച്ചില്ല. ഉടനെ അവർ മിസ്രയീമിനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, മിസ്രയീമിൽ വെച്ച് ഞങ്ങൾ വില കൂടാതെ തിന്നിട്ടുള്ള ചിറ്റുള്ളി, മിസ്രയീമിൽ വെച്ച് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കോവയ്ക്ക, ഇതൊക്കെ അങ്ങോട്ട് ചിന്തിച്ച് അതിനെക്കുറിച്ച് വാചാലമായി. വീണ്ടും പോകുന്ന വഴിക്ക് അവർക്ക് ഇറച്ചി കിട്ടിയില്ല. ഉടനെ അവർ പറഞ്ഞു, മിസ്രയീമിൽ ഞങ്ങൾക്ക് ഇറച്ചിക്കലങ്ങളുടെ അരിക്കല ഞങ്ങൾ ഇരുന്നത്. പോകുന്ന വഴിക്ക് അവർ ചെങ്കടലിന്റെ മുൻപിലെത്തി. അപ്പോഴവർ പറയുന്നത്, നമുക്ക് തിരിച്ചു പോകാം, നമുക്ക് വീണ്ടും ഈജിപ്തിൽ പോയി അവിടെ അടിമത്തം സ്വീകരിച്ച് അവിടെ മരിച്ചാൽ മതി. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിത വഴിയിൽ പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ അവർ വിട്ടുപോകുന്നതിന് ഓർത്തു, അവർ ഈജിപ്തിനെ ഓർത്തു. നമ്മുടെ ജീവിതത്തിൽ അതാ സംഭവിക്കുന്നത്. റാഹേലിന്റെ ജീവിതത്തിലും അതാ സംഭവിച്ചത്. അവർ കനാനിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്തെന്നറിയാമോ? അവിടെ ജീവിതത്തിൽ ഇപ്പോഴും പദ്ദനാരാമിനെ വിട്ടിട്ടില്ല. അതവിടെ ഒട്ടഹക്കൊപ്പിൽ സൂക്ഷിച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ല ഉദ്ദേശത്തോടെ നമ്മൾ ഏറ്റെടുത്തുകൊള്ളണം. നമ്മുടെ കാലടികൾ മുന്നോട്ട് വെച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ മുൻപ് വളരെ സൗകര്യങ്ങളോടുകൂടിയ വളരെ ആഡംബരപൂർണമായ ജീവിതം നയിച്ചിരിക്കാം. കുലീനമായ തറവാട്ടിലായിരിക്കാം ജനിച്ചത്. പാരമ്പര്യമായ ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കാം നിങ്ങൾ ജനിച്ചു വളർന്നത്. അതിന്റെ എല്ലാ മഹത്വവും നിങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കാം ഈ സ്വർഗീയ കനാനെ നോക്കി ഈ മരുഭൂപ്രയാണം ചെയ്യുന്നത്. പക്ഷെ ജീവിത വഴിയിൽ പ്രയാസങ്ങൾ വരുമ്പോൾ തിരിഞ്ഞു നോക്കരുത്. മുന്നോട്ട് യാത്ര ചെയ്യുന്ന നിന്റെ ഒട്ടഹക്കൊപ്പിനകത്ത് പദ്ദനാരാമിലെ വിഗ്രഹങ്ങൾ കിടക്കരുത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ
പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു. കൊരിന്ത്യർക്കെതിരെ 2 ലേഖനം 7 അധ്യായത്തിന്റെ 12 വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഇപ്രകാരം വിശുദ്ധ പൗലോസ് പറയുന്നു, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്ക് വേണ്ടി ഉളവാക്കും. എന്ന് വെച്ചാൽ ജീവിത വഴിയിൽ ദുഃഖം നേരിടുമ്പോൾ മാനസാന്തരത്തെ കുറിച്ച് അനുതപിക്കരുത്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്, ജീവിത വഴിയിൽ എന്തെങ്കിലും കഷ്ടം നേരിട്ടാൽ മതി, ഒരു പ്രതിസന്ധി നേരിട്ടാൽ മതി, ഒരു രോഗം പിടിവിട്ടാൽ മതി, ഉടനെ മാനസാന്തരത്തെ കുറിച്ച് അനുതപിക്കും. ഓ, രക്ഷിക്കപ്പെടണ്ടായിരുന്നു, ഈ വിശ്വാസം സ്വീകരിക്കണ്ടായിരുന്നു, ഓ സ്നാനം എടുക്കണ്ടായിരുന്നു, ഈ പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് വരണ്ടായിരുന്നു. മാനസാന്തരത്തെ കുറിച്ച് ഒരിക്കലും നീ അനുതപിക്കല്ല്. ചെയ്തു പോയല്ലോ, രക്ഷിക്കപ്പെട്ടു പോയല്ലോ, മാനസാന്തരപ്പെട്ടു പോയല്ലോ, സ്നാനമെടുത്തു പോയല്ലോ എന്നൊരിക്കൽ പോലും നിന്റെ നാവ് കൊണ്ട് പറയരുത്. അത് നിന്റെ ജീവിതത്തിൽ ശിക്ഷാവിധിക്ക് കാരണമായി തീരും. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു. ഫിലിപ്പി ലേഖനം 3 അധ്യായം അതിന്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? എന്റെ പിൻപിലുള്ളതിനെ ഞാൻ മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ കാഞ്ഞുകൊണ്ട് പരമവിളിയിൽ ക്രിസ്തുയേശുവിൽ എന്റെ വിരുദ് പ്രാപിക്കുവാൻ ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ആ ഒരു ദൈവിക വെളിപ്പാട് എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പിൻപിൽ നമുക്ക് പലതും ഉണ്ടായിരുന്നിരിക്കാം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പിൻപിൽ ഒരുപാടുണ്ടായിരുന്നു. നല്ല കുലീനത്വമുള്ള ഒരു കുടുംബമുണ്ടായിരുന്നു, സമ്പന്നമായൊരു തറവാടുണ്ടായിരുന്നു, ലോകത്തിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സമൂഹത്തിൽ ഉന്നതമായ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് അനുഭവിച്ച പൗലോസ് ഈ വിശ്വാസ മാർഗത്തിന്റെ കഷ്ടതയുടെ, ഉപദ്രവത്തിന്റെ, പട്ടിണിയുടെ ഈ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പറയുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. എന്താണ് ഞാൻ ചെയ്യുന്നറിയാമോ? ഞാൻ മുൻപിലേക്ക് ഓടുമ്പോൾ, എന്റെ പരമവിളിയുടെ വിരുദ് പ്രാപിക്കുവാൻ ലാക്കിലേക്ക് ഞാൻ ഓടുമ്പോൾ എന്റെ പിൻപിൽ ഞാൻ വിട്ടുപോകുന്നതിനെ പിന്നീട് ഓർത്തിട്ടില്ല, അതിനെ ഞാൻ മറക്കുന്നു. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കത് കഴിയട്ടെ. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 15 വാക്യത്തില് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ ഒരുപക്ഷെ തിരികെ പോകുവാൻ ഇടയായി തീരുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാ. വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് അത് കഷ്ടതയുടെ പാടയ, പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പാടയ. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയത് വചനത്താൽ വശീകരിച്ചതാ. അതുകൊണ്ടാ പറയുന്നത്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവരെ വശീകരിച്ചു, വചനത്താൽ വശീകരിച്ചു. മോശ ചെന്ന് അവരോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, നമ്മുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശം അത് കനാൻ ദേശം എന്ന് വെച്ചാൽ തേനും പാലും ഒഴുകുന്ന ദേശം, ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത ദേശം, സുഭക്ഷ്യമായി ഉപജീവനം കഴിയാവുന്ന ദേശം, മലയിൽ നിന്നും താമ്രം വെട്ടിയെടുക്കുന്ന ദേശം, കല്ലിരുമ്പായിരിക്കുന്ന ദേശം, അത്യവശ്യം ഗോതമ്പും മാതളവും മുന്തിരിവള്ളി യവവുമുള്ള ദേശം. ഇതൊക്കെ കേട്ടപ്പോഴേ പിന്നീട് ഇത് വേണമെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പുറപ്പെടുക ചെയ്തത്. പോകുന്ന വഴി പറഞ്ഞില്ല. അതേസമയം ഈ മോശ അങ്ങോട്ട് ചെന്നിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും പോകണമെങ്കിൽ മരുഭൂമിയിലൂടെ പോകാൻ സാധിക്കത്തുള്ളൂ. പോകുന്ന വഴിക്ക് ചെങ്കടലുണ്ട്, എങ്ങനെ കടക്കണമെന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വഴി തുറന്നു തരുമായിരിക്കാം. മരുഭൂമിയിൽ അഗ്നിസർപ്പങ്ങളുണ്ട്, കടികൊള്ളാതെ സൂക്ഷിച്ചു കൊള്ളണം. വെള്ളത്തിന് യാതൊരു സാധ്യതയുമില്ല. കഴിക്കാൻ ആഹാരം കിട്ടിയെന്നിരിക്കത്തില്ല. ശത്രുക്കൾ നമ്മളെ ആക്രമിച്ചേക്കാം. ഇതൊക്കെ തരണം ചെയ്ത് വരാൻ മനസ്സുണ്ടെങ്കിൽ വന്നാ മതിയെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം ഇറങ്ങിത്തിരിക്കത്തില്ലെന്ന് മാത്രമല്ല, മോശയ്ക്ക് അടിയും കൊടുത്ത് വീട്ടിൽ വിട്ടേനെ. സ്തോത്ര. പക്ഷേ ദൈവത്തിന്റെ വചനത്താൽ വശീകരിച്ച് കനാനിലേക്ക് കൊണ്ടുപോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നതിനെ ഓർക്കരുത്. പതനാരാമലെ വിഗ്രഹങ്ങൾ നമ്മുടെ ഒട്ടകക്കൊപ്പിൽ ഒരിക്കലും കിടക്കരുത്. അതിനെ വിട്ടിട്ട് വേണം കനാനിലേക്ക് യാത്ര ചെയ്യുവാൻ. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, 1 പത്രോസ് 1 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾ ഒരിക്കലും മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനത്വമെന്ന എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായി മുന്നോട്ട് പൊക്കൊള്ളണം. ഒരു കാലത്ത് അജ്ഞാന കാലമുണ്ടായിരുന്നു. അന്ന് പാപത്തിൽ ജീവിച്ചു, എല്ലാവിധമായ മോഹങ്ങൾക്കും അടിമപ്പെട്ടു പോയി. രക്ഷിക്കപ്പെട്ട് വിശ്വാസയാത്ര ചെയ്യുന്നു. യെരുശലേമിനെ നോക്കി, സിയോനെ നോക്കി, കനാനെ നോക്കി യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നിന്റെ അറിവില്ലായ്മയുടെ കാലത്ത്, നിന്റെ അജ്ഞാന കാലത്ത് നിന്നിൽ ഉണ്ടായിരുന്ന മോഹങ്ങളുണ്ടല്ലോ, അതിനെ ഒരിക്കലും ഇനി നീ മാതൃകയാക്കരുത്. മറിച്ച് നീ മുൻപോട്ട് നോക്കി നിന്നെ വിളിച്ച വിശുദ്ധനത്വമെന്ന് നിന്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നിന്റെ നടപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളണം. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ മിസ്രയീമിലേക്ക് കൊണ്ടുപോകുവാൻ പ്രമാണം കൊടുക്കുമ്പോൾ തമ്പുരാൻ ന്യായപ്രമാണത്തിൽ വ്യക്തമായി ഇസ്രായേലിനോട് ഇപ്രകാരം പറഞ്ഞു വെച്ചു,
സംഭവിച്ചു. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത ദേശമായ കനാനിൽ എത്തിച്ചേർന്നാലും ശരി, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. കനാനിൽ ചെന്നിട്ട് നിങ്ങൾ വിട്ടുപോകുന്ന മിസ്രയീമിലെ നടപ്പ് പോലെ പിന്നീട് നിങ്ങൾ ജീവിക്കരുത്. അത് ചിന്തിച്ചുകൊള്ളണം. നിങ്ങൾ വിട്ടുപോകുന്ന മിസ്രയീമിലെ നടപ്പ് പോലെ വീണ്ടും കനാനിൽ ചെന്ന് ജീവിക്കരുത്. വിട്ടുപോകുന്നതിനെ വിട്ടുകളഞ്ഞേക്കണം. പഴയതിനെ വീണ്ടും ഒരിക്കലും നമ്മുടെ ഒട്ടകക്കോപ്പിനകത്ത് കൊണ്ടുവച്ചേക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആകയാൽ സിയോനെ നോക്കി, യെരുശലേമിനെ നോക്കി, സ്വർഗീയ കനാനെ നോക്കി യാത്ര ചെയ്യുന്ന ജീവിതങ്ങളെ റാഹേലിന് സംഭവിച്ചത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. നീ ഏതാണോ വിട്ടുവന്നത് അത് പൂർണ്ണമായി ഉപേക്ഷിക്കുക. നിന്റെ പാരമ്പര്യങ്ങളെ ഉപേക്ഷിക്കുക, കുടുംബ മഹത്വത്തെ ഉപേക്ഷിക്കുക, നിന്റെ കുലീനത്വത്തെ ഉപേക്ഷിക്കുക, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്റ്റാറ്റസിനെ ഉപേക്ഷിക്കുക, നിന്റെ സമൂഹത്തിലെ അന്തസ്സിനെ, കുടുംബ മഹാത്മത്തെ ഉപേക്ഷിക്കുക. നിനക്ക് എന്തെല്ലാം കൈവശമുണ്ടായിരുന്നോ അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് മുന്നോട്ട് നോക്കി നിന്റെ കാലടികൾ വയ്ക്കുക. അങ്ങനെ നിനക്ക് മുന്നോട്ട് പോയാൽ നിനക്ക് പിതാക്കന്മാരുടെ അവകാശത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുക. അല്ല, നിന്റെ കാലടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും നിന്റെ ഒട്ടകക്കൊപ്പിൽ പത്തനാരാമിലെ വിഗ്രഹങ്ങളെ സൂക്ഷിച്ചാൽ നിന്റെ പഴയ സ്വഭാവങ്ങള്, പഴയകാലത്തെ കൂട്ടുകെട്ടുകള്, പഴയകാലത്തെ മോഹങ്ങള്, പഴയകാലത്തെ പാപത്തിന്റെ പ്രകൃതികള്, പഴയകാലത്തെ നിന്റെ ഇച്ഛകള്, രക്ഷിക്കപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന നിന്റെ സ്വഭാവങ്ങള് ഇപ്പോഴും നീ ഒട്ടകക്കൊപ്പ് സൂക്ഷിച്ചുകൊണ്ടാണോ നിന്റെ കാലടികൾ മുന്നോട്ട് വെക്കുന്നത്, നിനക്ക് അവകാശത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കത്തില്ല. അത് മാത്രവുമല്ല, റാഹേൽ ചെയ്ത രണ്ടാമത്തെ കാര്യം, അവൾ ഒട്ടകക്കൊപ്പിൽ ഇത് ഒളിച്ചു വെച്ചിട്ട് അവളത് ആരോടും പറഞ്ഞില്ല. ഏറ്റവും കുറഞ്ഞത് യാക്കോബിനോടെങ്കിലും പറയാമായിരുന്നു. അവളത് പറഞ്ഞില്ല. ആകെ പ്രിയപ്പെട്ട ദൈവമക്കൾ, അവൾ ശപിക്കപ്പെട്ടു പോയി. അവർക്ക് അവകാശത്തിൽ എത്തുവാൻ കഴിഞ്ഞില്ല. ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന്റെ വചനം അടിവരയിട്ട് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നുണ്ട്. സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ 28-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, മറിച്ച് അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരുണ ലഭിക്കും. അത് ജീവിത വഴിയെ മനസ്സിലാക്കിക്കോ. നിന്റെ തെറ്റുകളെ മറച്ചു വെച്ചിട്ട് നീ നല്ലവനെന്നും നല്ലവളെന്നും നടിച്ച് നിന്റെ കാലടികൾ മുന്നോട്ട് വെച്ചാൽ ജീവിത വഴി ഒരിക്കലും ശുഭമായിരിക്കത്തില്ല. ഉള്ളവസ്ഥ ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ട്, അപ്പൊ ആ തെറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു, എന്റെ ഒട്ടകക്കൊപ്പിൽ ഇതാ ഒരു വിഗ്രഹം കിടപ്പുണ്ട്, അത് നീ തുറന്നങ്ങോട്ട് പറയാമോ? നിന്റെ ഉള്ളവസ്ഥ തുറന്നു പറയാമെങ്കിൽ തമ്പുരാൻ നിശ്ചയമായിട്ടും നിന്നോട് കരുണ കാണിക്കുന്നവനാ. ഇന്ന് രാത്രികാലം ദൈവത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, പാപത്തിന് മറപിടിച്ചുകൊണ്ട് ജീവിക്കരുതേ. ഒടുവിൽ ഒരിക്കലും അത് ശുഭമായിരിക്കത്തില്ല. പടിനിമിത്തത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഹാരം എന്ന് പറയുന്ന ഒരുത്തരെ കാണുവാൻ സാധിക്കുന്നു. അവൻ പാപം ചെയ്തിട്ട് പാപം മറച്ചുവെച്ച് ജീവിച്ചു. ഒടുവിൽ സംഭവിച്ചതെന്ത്? ഇസ്രായേൽ പാളയത്തിൽ ദൈവത്തിന്റെ ശാപം. ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നില്ല. ശത്രുവിന് പുറം കാട്ടേണ്ടി വന്നു. ഒടുവിൽ പിടിക്കപ്പെട്ടു. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഇടയായി തീർന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ തെറ്റുകളെ മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. റാഹേലിന് പിതാക്കന്മാരോടുകൂടെ അവകാശം പ്രാപിക്കുവാൻ കഴിയാതിരുന്നതിന്റെ കാരണം അവളുടെ തെറ്റുകളെ അവൾ മറച്ചുവെച്ചു. ഒട്ടകക്കൊപ്പിൽ വിഗ്രഹമുണ്ടെന്നുള്ള കാര്യം അവൾ യാക്കോബിനോട് പോലും പറഞ്ഞില്ല. ആകയാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ ദൈവം നീതിമാനാണ്. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാട്ടെ. നീ എത്ര വലിയ പാപിയായിക്കൊള്ളട്ടെ, നിന്റെ ഉള്ള അവസ്ഥ ദൈവത്തോട് തുറന്നു പറയണം. നിന്റെ ജീവിത വഴികൾ ദൈവത്തിന്റെ മുമ്പിൽ നഗ്നമാണ്. ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. നീ അത് മറച്ചു വയ്ക്കാതെ കർത്താവിന്റെ അടുക്കൽ ചെന്നപ്പോ തെറ്റിപ്പോയി എന്ന് പറയുവാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? ആ മുടിയനായ പുത്രനെ നോക്കിയാട്ടെ. അവൻ നീതീകരിക്കപ്പെടുവാൻ കാരണം അവന്റെ ജീവിതത്തിലെ തെറ്റുകൾ അവൻ മറച്ചു വെച്ചില്ല. അവൻ അപ്പന്റെ അടുക്കൽ ചെന്നു, ഉള്ളവസ്ഥ തുറന്നവൻ പറഞ്ഞു. അവൻ അപ്പനോട്, അപ്പോ ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു, നിന്നോട് പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പോ അവൻ വിളിച്ചു പറഞ്ഞു. അവന്റെ ഏറ്റുപറച്ചിൽ കേട്ടിട്ട് അപ്പൻ അവനെ ശാസിച്ചില്ല. നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചില്ല. കൊണ്ടുപോയി അവകാശം എന്ത് ചെയ്തെന്ന് ചോദിച്ചില്ല. ഏതൊക്കെ പാപം ചെയ്തുവെന്ന് ചോദിച്ചില്ല. എവിടൊക്കെ കറങ്ങി തിരിഞ്ഞുവെന്ന് ചോദിച്ചില്ല. ഒരിക്കലും നമ്മളെ വിളിച്ചു നിർത്തി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം. നീ ഉള്ളവസ്ഥ തുറന്നു പറയണം. അപ്പാ തെറ്റിപ്പോയി, എനിക്കങ്ങനെ സംഭവിച്ചു പോയി. ഉള്ളവസ്ഥ തുറന്നു പറയാൻ കഴിയുമെങ്കിൽ നിന്നോട് ക്ഷമിക്കുവാൻ നീ എത്ര
എത്ര കൊടുമ്പാവിയാണെങ്കിൽ അവൻ കരുണയുള്ളവനാ, അവൻ മനസ്സലിവുള്ളവനാ. ഇന്ന് രാത്രിയാൽ വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ മനസ്സലിവിനായി, അവന്റെ കരുണയ്ക്കായി ശക്തിയോടെ കരങ്ങളുയർത്തി അവന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കരുത്. റാഹേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം അതായിരുന്നു. അവൾ ഒട്ടകക്കോപ്പിൽ മറച്ചു വെച്ച വിഗ്രഹത്തെ അവൾ ആരോടും പറഞ്ഞില്ല. ഒടുവിൽ അവൾ പിടിക്കപ്പെട്ടു. ഒടുവിൽ അവൾ ശപിക്കപ്പെടുവാനും പിതാക്കന്മാരുടെ അവകാശത്തിൽ അവൾ എത്തിച്ചേരുവാൻ ഇടയാവാത്ത അവസ്ഥയിൽ വഴിയരികിൽ പട്ടുപോകുവാൻ ഇടയായി തീർന്നു. ആകയാൽ വഴിയരികിൽ സെൻസകിൽ ബെന്യാമിന്റെ അതിരുങ്കൽ വഴിയരികിൽ നിൽക്കുന്ന കല്ലറത്തൂണിന്റെ അരിക്കൽ വരുമ്പോഴാകുന്നു രണ്ട് പുരുഷന്മാർ വന്ന് പറയുന്നു, ശൗലേ, ഇതാ നിന്റെ അപ്പൻ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നു. കാരണം നീ നിൽക്കുന്ന സ്ഥലമൊന്ന് നോക്കിക്കേ, നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കരുത്, ഈ അവസ്ഥ നിനക്ക് സംഭവിക്കരുത്. പക്ഷെ ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, ശൗലിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. പിതാക്കന്മാരുടെ അവകാശത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല, പിതാക്കന്മാരോട് കൂടെ ഓഹരി പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ദൈവപ്രമാണം തള്ളിക്കളഞ്ഞ് ഫിലിസ്ത്യരോട് യുദ്ധത്തിൽ പടയേറ്റ് അവന്റെ മക്കൾ പടയിൽ പട്ടുപോയി. അനന്തര അഗ്രചർമ്മികളായി മരിക്കുവാൻ ഇച്ഛിക്കാതെ വാൾ കുത്തി അതിൽ വീണവൻ ആത്മഹത്യ ചെയ്ത് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവനെ ഓർപ്പിച്ചെങ്കിലും അതവന്റെ ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ആകയാൽ ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. വിശ്വാസ ജീവിത യാത്രയിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിനാണ് പ്രാധാന്യം. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെ ജീവിതയാത്ര ആരംഭിച്ചു എന്നുള്ളതല്ല, എവിടെ നമ്മൾ അവസാനിച്ചു, എപ്രകാരം അവസാനിച്ചു, അതിനാണ് ദൈവത്തിന്റെ വചനത്തിന് പ്രസക്തി, അതിനാണ് തിരുവെടുത്ത് പ്രസക്തി നൽകുന്നത്. അതുകൊണ്ടാണ് സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ ഒരു മരണ ദിവസം, ഒരു മനുഷ്യന്റെ മരണ ദിവസം അവന്റെ ജനന ദിവസത്തെക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഒരു മനുഷ്യന്റെ മരണ ദിവസമാണ് അവന്റെ ജനന ദിവസത്തെക്കാൾ ഉത്തമം. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, പക്ഷേ നിന്റെ അന്ത്യസ്ഥിതിയോ അതിമഹത്തായിരിക്കും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പൂർവസ്ഥിതി ഒരുപക്ഷേ അല്പമാണെങ്കിലും ശരി, അതിമഹത്തേറിയ ഒരു അന്ത്യസ്ഥിതി പ്രാപിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയണം. നമ്മുടെ മരണ ദിവസം ഉത്തമമായിരിക്കണം. ഇന്ന് ദുഃഖത്തോടെ പറയാം, പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഗലാത്യ സഭയ്ക്ക് വിശുദ്ധ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ അവസാനിക്കുന്നു എന്ന് ചോദിക്കുന്നു. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തിൽ അനേക മനുഷ്യരുടെ ജീവിതത്തിൽ കാണുന്നത്. സതുദ്ദേശത്തോടുകൂടെയൊക്കെ വിശ്വാസ ജീവിതയാത്ര ഇറങ്ങി പുറപ്പെടും. ആത്മാവിലെ ആരംഭമൊക്കെ പിന്നീട് കുറച്ചുനാൾ കഴിയുമ്പോൾ ആത്മാവ് വിട്ടുപോകും, ജഡത്തിൽ അവസാനിക്കും, വഴിയരികിൽ അടക്കം പ്രാപിക്കും, പിതാക്കന്മാരുടെ അവകാശത്തിൽ എത്തുവാൻ കഴിയത്തില്ല. ആകയാൽ നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നിയാലും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കണം. അതാണ് ശൗലിനെ ഓർപ്പിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ പഠിക്കുമ്പോൾ വഴിയിൽ പട്ടുപോയ അനേകരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഗേഹസി, അവൻ സതുദ്ദേശത്തോട് ഇറങ്ങി പുറപ്പെട്ടവനാ, പക്ഷെ ജീവിത വഴിയിൽ ലക്ഷ്യം തെറ്റി. അവന്റെ ഉദ്ദേശിപ്പ് പണം സമ്പാദിക്കണം, ദ്രവ്യം സമ്പാദിക്കണം. ഇതാണ് ഇപ്പോൾ അവന്റെ ഉള്ളിൽ കിടക്കുന്നത്. വസ്ത്രം സമ്പാദിക്കണം, ഒലിവുതോട്ടം ഉണ്ടാക്കണം, മുന്തിരിത്തോട്ടം ഉണ്ടാക്കണം. ഇതൊക്കെ അവന്റെ ജീവിതത്തിൽ ലക്ഷ്യം. ആടുമാടുകളെ സമ്പാദിക്കണം, ദാസീദാസന്മാരെ സമ്പാദിക്കണം. ഒടുവിൽ സംഭവിച്ചത് അവൻ യജമാനനെ വിട്ടു പോകേണ്ടി വന്നു. അവൻ കുഷ്ഠരോഗിയായി മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമക്കളെ, സതുദ്ദേശത്തോടെയാ ഏകസ്യം യാത്ര ആരംഭിച്ചത്. പക്ഷേ ജീവിത വഴിയിൽ എന്ത് സംഭവിച്ചു? ദ്രവ്യാഗ്രഹം ഉള്ളിൽ കടന്നു, ലോകസ്നേഹം ഉള്ളിൽ കടന്നു, സമൂഹത്തിൽ വലിയവനാകാനുള്ള പദവിയും ആഗ്രഹം അവന്റെ ഉള്ളിൽ കടന്നു. അവൻ അവകാശത്തിലെത്തുവാൻ കഴിഞ്ഞില്ല. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും വിശുദ്ധ പൗലോസ് അവനോടുകൂടെ ജീവിതയാത്ര ആരംഭിച്ച് വഴിയിൽ പട്ടുപോയ അനേകരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ചിലരെ കുറിച്ച് നമുക്ക് നോക്കാം. തിമോഥെയോസിന്റെ 2-ാം ലേഖന 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 ഭക്തന്മാരെ എടുത്തു പറയുന്നു. അവർ ഹുമനിയോസും ഫിലേത്തോസും. അവർ വിശ്വാസ ജീവിതയാത്ര പൗലോസിനോടുകൂടി ആരംഭിച്ചത്. പക്ഷെ സംഭവിച്ചത് ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളിൽ അവർ മുഴുകി അവരുടെ ജീവിതത്തെ വഴിയിൽ നശിപ്പിച്ചു കളഞ്ഞു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ
19, 20 വാക്യങ്ങളിൽ രണ്ട് ഭക്തന്മാരെ കുറിച്ച് പറയുന്നു. അവർ ഹ്യൂമനിയോസും അലക്സാണ്ടറും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതും സതുദ്ദേശത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ടതാ. പക്ഷേ വിശ്വാസക്കപ്പൽ തകർന്നുപോയി, അവർക്ക് അവകാശത്തിലെത്തുവാൻ കഴിഞ്ഞില്ല. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദേമാസ് എന്ന് പറയുന്ന ഒരുത്തനെ കുറിച്ച് പറയുന്നു. അവന്റെ ഉള്ളിൽ ലോകസ്നേഹം കടന്നു, വിശുദ്ധന്മാരെ വിട്ട് അവൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. ആകയാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിത വഴിയിൽ ഒരിക്കലും വഴിയിൽ പട്ടുപോകുവാൻ ഇടയായി തീരരുത്, വഴിയിൽ അസ്തമിക്കരുത്. റാഹേലിന്റെ കല്ലറത്തോൾ നമുക്കൊരു ജ്ഞാപകമായിരിക്കണം. അവിടെ വെച്ചാകുന്നു ശൗലിനെ ഓർപ്പിക്കുന്നു, ശൗലേ നിന്റെ അപ്പൻ നിന്നെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അനേക വിശുദ്ധന്മാർ ദുഃഖിക്കുകയാണ്. ഒരുപക്ഷെ ദൈവം നമ്മെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടായിരിക്കാം. ഈ ജ്ഞാപക സ്തംഭം നിന്റെ ഓർമ്മയിലേക്ക് കടന്നു വരട്ടെ. നീ വഴിയിൽ പട്ടുപോകുവാൻ ഇടയായി തീരരുത്. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും, എന്തൊക്കെ സമ്പാദിച്ചാലും, എന്തൊക്കെ ആയിത്തീർന്നെന്ന് പറഞ്ഞാലും നല്ലൊരു അവസാനം പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവകാശത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ആ സഭാപ്രസംഗി, ജ്ഞാനികളിൽ ജ്ഞാനിയായ സഭാപ്രസംഗി 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിച്ചു, ഏറിയ സംവത്സരം ജീവിച്ചിരുന്നു. ഈ ലോകത്തിന്റെ എല്ലാ നന്മകളും അവൻ അനുഭവിച്ചു വന്നിരിക്കട്ടെ. പക്ഷെ അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തില് ഒരു നല്ല മരണം പ്രാപിച്ചില്ല, ഒരു നല്ല ശവസംസ്കാരം അവന് കിട്ടിയില്ലെങ്കിൽ അവൻ ജനിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നാകുന്നു പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ എന്തൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, ഒരു നല്ല അവസാനം പ്രാപിച്ചില്ലെങ്കിൽ, ഒരു നല്ല ശവസംസ്കാരം പ്രാപിച്ചില്ലെങ്കിൽ അത് ജനിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഭക്തനായ പൗലോസ് എന്നാൽ അവന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തില് അവന്റെ പ്രത്യാശയെ ഉറപ്പിച്ചു പറയുന്ന നോക്കിയാട്ടെ, വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതി എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസത്തെ കാത്തു. ഈ നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അനേക ഭക്തന്മാർ അവരുടെ ഓട്ടമോടി തിരശ്ശീലയ്ക്കകത്ത് കടന്നു കഴിഞ്ഞു, അവർ ക്രിസ്തുവിൽ മറഞ്ഞു കഴിഞ്ഞു, അവകാശത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വിശ്വാസ ജീവിതയാത്രയിൽ മുന്നോട്ടോടുന്ന പ്രിയപ്പെട്ട ധീയമക്കളെ, നമ്മുടെ ഒട്ടകക്കൊപ്പിൽ പതനാരാമിലെ വിഗ്രഹങ്ങൾ കാണരുത്. പാപത്തെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടോടരുത്. മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴും നിന്റെ ഹൃദയം പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകുവാൻ ഇടയായിത്തീരരുത്, വഴിയിൽ പട്ടുപോകുവാൻ ഇടയായിത്തീരരുത്. റാഹേലിന്റെ കല്ലറത്തോൾ നിന്റെ ജീവിതത്തിൽ ഒരു ജ്ഞാപകമായിരിക്കട്ടെ. അതുകൊണ്ട് 107-ാം സങ്കീർത്തനത്തിന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആശിച്ച തുറമുഖത്ത് അവരെത്തിച്ചേർന്നു. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാം. ആശിച്ച തുറമുഖത്തെ ലക്ഷ്യമാക്കി ഈ വിശ്വാസ ജീവിത പടകിനെ മുന്നോട്ട് നയിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ അവനക്കാര, പ്രിയ മാതാവേ, പ്രിയ അവനക്കാരി, റാഹേലിന്റെ കല്ലറത്തോൾ വഴിയരികിൽ നിനക്കൊരു ജ്ഞാപക സ്തംഭമായിരിക്കട്ടെ. പിതാക്കന്മാരുടെ അവകാശത്തിൽ എത്തുവാൻ കഴിയാതെ വഴിയരികിൽ അവൾ പട്ടുപോയി. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ശമൂവേൽ ശൗലിന് കൊടുക്കുന്ന 1-ാമത്തെ അരുളപ്പാട് അതാണ്, നീ അത് സൂക്ഷിച്ചു കൊള്ളണം. അതവനെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2-ാമത്തെ അരുളപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1 ശമൂവേൽ 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 2-ാമത്തെ അരുളപ്പാട് അറിയിക്കുന്നു. അവിടെ പറയുന്നത്, നീ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ വായിച്ചാട്ടെ, അവിടെ നിന്ന് നീ മുൻപോട്ട് ചെന്ന് താബോരിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും, നീ അവിടെ നിന്ന് യാത്ര ചെയ്ത് താബോരിലെ കരുവേലകത്തിന്റെ അടുക്കലെത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടി, ഒരുത്തൻ 3 അപ്പം, ഒരുത്തൻ 1 തുരുത്തി വീഞ്ഞുമായി നിന്നെ എതിരിടുവാൻ ഇടയായിത്തീരും. അവർ നിന്നോട് കുശലം ചോദിക്കും. അവർ ബഥേലിൽ യാഗം കഴിക്കാൻ പോകുകയാണ്. അവർ നിന്നോട് കുശലം ചോദിച്ചിട്ട് അവർ നിനക്ക് 2 അപ്പം തരും. നീ അത് വാങ്ങിച്ചു കൊള്ളണം. ഇത് 2-ാമത്തെ അരുളപ്പാട്. ഈ വിഷയത്തിൽ മറഞ്ഞു കിടക്കുന്നത് അതിപ്രധാനമായ 2 വിഷയങ്ങളാ. ഒന്ന്, നീ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഒരു കരുവേലകം നീ കാണും. ആ കരുവേലകത്തിന്റെ അടുത്ത് നീ എത്തുമ്പോൾ നീ കാണുന്നത് ബഥേലിൽ യാഗം കഴിക്കുവാൻ പോകുന്ന 3 പേരെ നിനക്ക് കാണുവാൻ സാധിക്കും. അത് നിന്റെ ഓർമ്മയിൽ ഇരിക്കണം. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ബഥേലിൽ നീ കരുവേലകത്തിന്റെ അടുക്കലെത്തുമ്പോൾ ബഥേലിൽ യാഗം കഴിക്കുവാൻ പോകുന്ന 3 പേരെ കാണുമെന്ന് പറഞ്ഞു.
പറഞ്ഞാൽ ശൗലിനത് പെട്ടെന്ന് തിരിച്ചറിയും. കാര്യം അവന്റെ പിതാവായിരിക്കുന്ന യാക്കോബിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. യാക്കോബ് ഒരിക്കൽ ശേഖേമിൽ വന്ന് പാർത്തു. വിവിധങ്ങളാകുന്ന പരീക്ഷകൾ അവന്റെ ജീവിതത്തിൽ നേരിട്ടു. ദൈവം യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, നീ ബേഥേലിലേക്ക് പോകുക, അവിടെ ചെന്ന് നീ എനിക്കൊരു യാഗപീഠം പണിയുക, നിന്റെ ഇടയിലുള്ള അന്യദേവങ്ങളെ നീക്കി കളയുക, നിന്റെ വസ്ത്രമലക്കി നീ ശുദ്ധീകരിക്കുക. ഈ അരുളപ്പാട് അവൻ കേട്ടപ്പോൾ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് എന്താ ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ പാളയത്തിലുണ്ടായിരുന്ന അന്യദേവന്മാരെയും അവരുടെ കാതിലെ കുണുക്കുകളെയും കരുവേലകത്തിന്റെ കീഴിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയുണ്ടായി. കരുവേലകത്തിന്റെ കീഴിൽ കൊണ്ടുപോയി ഈ കാതിലെ കുണുക്കുകളെയും ഈ അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളായി കുടിച്ചിട്ടിട്ട് അവൻ ബേഥേലിലേക്ക് കടന്നുപോയി യാഗം കഴിച്ചു. സ്തോത്രം. ഈ സംഭവമാണ് ശമൂവേൽ ആരെ ഓർപ്പിക്കുന്നത്? ശൗലിനെ ഓർപ്പിക്കുന്നത്. നീ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ഇതാ താബോരിലെ കരുവേലകത്തിന്റെ അടുത്തെത്തും. അവിടെ എത്തുമ്പോൾ ബേഥേലിലേക്ക് പോകുന്ന 3 പുരുഷന്മാർ നിനക്ക് എതിർപ്പെടുവാൻ ഇടയായിത്തീരും. ബേഥേലിലേക്ക് പോകുന്നത് യാഗം കഴിക്കുവാനാകുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യാഗം കഴിക്കുവാൻ ബേഥേലിൽ പോകും മുമ്പ് യാക്കോബ് എന്താണ് ചെയ്തത്? അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന, തന്റെ പാളയത്തിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ, തന്റെ പാളയത്തിലുണ്ടായിരുന്ന കാതിലെ കുണുക്കുകൾ, അന്യമായതൊക്കെ പിടിച്ചു വാങ്ങി ഈ കരുവേലകത്തിന്റെ കീഴിൽ കൊണ്ടു ചെന്ന് കുടിച്ചിട്ടിട്ട് പിന്നീട് ബേഥേലിൽ പോയി യാഗം കഴിച്ചു. ആകയാൽ ബേഥേലിൽ പോയി യാഗം കഴിക്കും മുമ്പ് ഈ ഒരു വിഷയം ഓർത്തുകൊള്ളണം. അതാ കരുവേലകത്തിന്റെ കാര്യം പറഞ്ഞത്. ശൗലേ, കുടിച്ചിടാനുള്ളത് കുടിച്ചിട്ടിട്ട് ബേഥേലിൽ യാഗം കഴിക്കാൻ പോകാവൂ. നീക്കി കളയാനുള്ളത് നീക്കി കളഞ്ഞിട്ട് മാത്രമേ ബേഥേലിൽ യാഗം കഴിക്കാൻ പോകാവൂ. ഇന്ന് പലരും യാഗം കഴിക്കാൻ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസം എടുക്കുന്നുണ്ട്, ദൈവത്തെ വിളിക്കുന്നുണ്ട്. പക്ഷെ കുടിച്ചിടേണ്ടതൊന്നും കുടിച്ചിട്ടിട്ടില്ല, നീക്കി കളയേണ്ടതൊന്നും നീക്കി കളഞ്ഞിട്ടില്ല. അന്യദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഇരിക്കുന്നു, കാതിലെ കുണുക്കുകൾ ഇരിക്കുന്നു, ജീവിതത്തിൽ അന്യമായ സ്വഭാവങ്ങൾ ഇരിക്കുന്നു. ഇതിനെയൊക്കെ കൈവശം വെച്ചുകൊണ്ട് ബേഥേലിൽ യാഗം കഴിക്കാൻ പോകരുത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന ആയിരിക്കണം. നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആരാധന ഭോഷത്വമായിരിക്കരുത്, അത് ബുദ്ധികെട്ട ആരാധന ആയിരിക്കരുത്. നിങ്ങൾ ലോകത്തിൽ ബുദ്ധിമാന്മാരാണല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വാസ്തവമായി ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധന ആയിരിക്കണം. നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ളതായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളിലും ആത്മാവിലും നിങ്ങൾക്കൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. വിശുദ്ധീകരണം ഇല്ലാതെ നിങ്ങൾ യാഗം കഴിച്ചാൽ നിങ്ങളുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. കുടിച്ചിടാനുള്ളത് കുടിച്ചിടാതെ നീ ബേഥേലിൽ പോയി യാഗം കഴിച്ചാൽ നിന്റെ യാഗത്തിൽ ഒരിക്കലും തമ്പുരാൻ പ്രസാദിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ കരുവേലകം ഒന്ന് ഓർത്തോണേ. കരുവേലകത്തിന്റെ അവിടെ ചെല്ലുമ്പോഴാ ബേഥേലിലേക്ക് പോകുന്ന പുള്ളികൾ വരുന്നത്. ആകയാൽ ഇന്ന് രാത്രികാലം ബേഥേലിലേക്ക് പോകുന്നവർ, യാഗം കഴിക്കുവാൻ പോകുന്നവർ, പ്രാർത്ഥിക്കുവാൻ പോകുന്നവർ ഓർക്കണം, കുടിച്ചിടാൻ വല്ലതും ഉണ്ടോ? ജീവിതത്തിൽ നീക്കിക്കളയാൻ വല്ലതും ഉണ്ടോ? ഒരു കരുവേലകം നിപ്പുണ്ട്, അതിന്റെ കീഴിൽ കുടിച്ചിട്ടേ പോകാവൂ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുടിച്ചിടേണ്ട, നീക്കിക്കളയേണ്ട അനേക കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ പുളിപ്പില്ലാത്തവരായി തീരുവാൻ ആ പഴയ പുളിമാവ് നിങ്ങളുടെ ജീവിതത്തിൽ നീക്കിക്കളയുവീൻ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വായിച്ചാട്ടെ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് അടുത്തത് പഴയ പുളിമാവിനെ നീക്കിക്കളയും. നിങ്ങൾ പഴയ പുളിമാവിനെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണം. ബേഥേലിലേക്ക് പോകുന്നവരെ പഴയ പുളിമാവുമായിട്ട് പോകരുത്. ആ പഴയ പുളിമാവിനെ ബേഥേലിൽ കൊണ്ടു ചെന്ന് കുഴിച്ചിടണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് യഹൂദന്മാർ ആചരിക്കുമ്പോൾ അവരുടെ ഭവനങ്ങളിലോ പാളയത്തിലോ പുളിപ്പുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ പുളിപ്പുണ്ടോ എന്നറിയാൻ അവിടെ പാത്രത്തിന്റെ വക്കുകൾ പോലും, അവിടെ പാത്രങ്ങൾ വെക്കുന്ന അലമാരകൾ പോലും അവർ ചുരണ്ടി നോക്കും, എവിടെങ്കിലും പുളിപ്പിന്റെ അംശമുണ്ടോ എന്ന്. പുളിപ്പിന്റെ അംശം പോലും ഇരിക്കാൻ അവർ അനുവദിക്കത്തില്ല. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പുളിപ്പ് നിങ്ങൾ നീക്കിക്കളയണം. പുളിപ്പില്ലാത്തവരായി തീരുവാൻ നിങ്ങളുടെ പഴയ പുളിമാവിനെ നീക്കിക്കളയുവീൻ. എന്താണ് പഴയ പുളിമാവ് എന്ന് പറയുന്നത്? ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ ആ പഴയ പുളിമാവ് നീക്കിക്കളയേണ്ട പഴയ പുളിമാവിന് അനേക അർത്ഥങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ പഴയ പുളിമാവെന്ന് പറയുന്നത് സാധുക്യരുടെയും പരീശന്മാരുടെയും ഉപദേശമാണെന്ന് പറഞ്ഞിരിക്കുന്നു. സാധുക്യരുടെ ഉപദേശമായിരിക്കുന്ന പുളിച്ചമാവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു.
പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കിയാട്ടെ. മത്തായി 16:12 വായിച്ചാട്ടെ. അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, അടുത്തത്. പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ പരീശന്മാരുടെയും സാധുക്യരുടെയും ഉപദേശമാകുന്ന പുളിച്ചമാവ്. എന്താ സാധുക്യരുടെ ഉപദേശത്തിന്റെ പ്രത്യേകത? അതറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോകണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ സാധുക്യരുടെ ഉപദേശം പറയുന്നു. അവരുടെ ഉപദേശം എന്ന് പറയുന്നത് പുനരുത്ഥാനമില്ല, ആത്മാവില്ല, ദൂതന്മാരില്ല. അതാ പറഞ്ഞിരിക്കുന്നത്. വല്ലതും ഉണ്ട് കഴിച്ചു കുടിച്ച് ഇവിടെ ലോകത്തിൽ സുഖിച്ച് ജീവിച്ചോണം, മരിക്കുന്നതോടെ സകലത് തീർന്നു. ഇവിടെ വല്ലതും ഉണ്ട് മേലോട്ടെങ്ങും പോവണ്ട. ഇതാ അവര് പഠിപ്പിക്കുന്നത്. മനുഷ്യന് പുനരുത്ഥാനമില്ല, മരണാനന്തര ജീവിതം ഇല്ല, ദൂതന്മാർ ഇല്ല. ഇതാ അവർ പഠിപ്പിക്കുന്ന. വായിച്ചു നോക്കിയാട്ടെ, 23-ന്റെ 8-ാം വാക്യം വായിച്ചാട്ടെ. പുനരുത്ഥാനമില്ല എന്നും അടുത്തത് സദൂക്യർ പറയുന്നു. അടുത്തത് പരീശന്മാര് രണ്ടുമുണ്ടെന്ന് പ്രമാണിക്കുന്നു. അതിന് മേളിൽ പുനരുത്ഥാനമില്ലെന്ന് മാത്രമല്ലല്ലോ, പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവുമില്ല, പുനരുത്ഥാനവുമില്ല. ഇതാ അവരുടെ ഉപദേശം. ഇന്ന് പലരും ഈ പുളിച്ചമാവുമായിട്ടൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ വെറുതെയാണെന്ന്, ഇതൊക്കെ ഉപദേശമാർ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഉപദേശങ്ങളാ. അല്ല, ഇതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. ചത്ത് കഴിഞ്ഞാൽ തല വടക്കോട്ടോ തെക്കോട്ടോ ആർക്കറിയാം. ഇതിനകത്തൊന്നും കാര്യമില്ലെന്ന് പലരും ചിന്തിക്കുന്നത്. വഞ്ചിക്കപ്പെട്ടു പോകരുത്. പുളിച്ചമാവ, ദുരുപദേശത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിനകത്തിരിക്കരുത്. അത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിന്റെ ജീവിതത്തില്, നിന്റെ യാഗത്തിൽ തമ്പുരാൻ പ്രസാദിക്കത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നീക്കിക്കളയേണ്ട മറ്റൊരു പുളിമാവിനെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് നീക്കിക്കളയുവാൻ പറയുന്നത് പരീശന്മാരുടെ ഹിപ്പോക്രസി, അവരുടെ കപടഭക്തിയാകുന്ന പുളിച്ചമാവിനെ നീക്കിക്കളയുവിൻ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പരീശന്മാരുടെ കപടഭക്തി, അതും ഒരു പുളിച്ചമാവ. അതിനെ കുഴിച്ചിട്ടേ പോയി ആരാധിക്കാവൂ. കപടഭക്തിയെ കൊണ്ടുവന്ന് നീക്കിക്കളഞ്ഞിട്ട് ബഥേലിലേക്ക് പോകാവൂ. എന്താണ് കപടഭക്തി എന്ന് പറയുന്നത്? കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ച, കള്ളത്തരം. എന്ന് വെച്ചാൽ അവര് ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നേടുന്നതിനൊക്കെ പതാരം കൊടുക്കും. തുളസി, ജീരകം, ചതകുപ്പ, ഇതിനൊക്കെ കൊണ്ടുവന്ന് പതാരം കൊടുക്കും. ന്യായപ്രമാണത്തിലെ ഘനമേറിയ സത്യവും നീതിയും കരുണയും അവർ ത്യജിച്ചു കളയുന്നു. മനുഷ്യർ കാണേണ്ടതിന് പരസ്യമായിട്ട് അവർ പ്രവർത്തിക്കും, പ്രാർത്ഥിക്കും. അവിടെ ഹൃദയത്തിനകത്തോ തിന്മയും ദുഷ്ടതയും കുടിയിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കപടഭക്തി എന്ന് വെച്ചാൽ വായ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിലും ഹൃദയം കൊണ്ട് ദൈവത്തിൽ അകന്നിരിക്കുന്ന അവസ്ഥ, ഈ കപടഭക്തി ജീവിതത്തിലുണ്ടെങ്കിൽ ആ പുളിച്ച മാവിനെ നീക്കിക്കളഞ്ഞോണം. അതും വെച്ചുകൊണ്ട് ബഥേലിലേക്ക് പോകരുത്, യാഗം കഴിക്കരുത്. തമ്പുരാൻ നിന്റെ യാഗത്തിൽ പ്രസാദിക്കത്തില്ല. മറ്റൊരു പുളിമാവിനെ കുറിച്ച് അറിയണമെങ്കിൽ ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു പുളിമാവിനെ കുറിച്ച് പറയുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, അസാരം പുളിമാവ് ഭിന്നത്തെ മുഴുവനും പുളിപ്പിക്കുന്നു, നിങ്ങൾ ഭിന്നാഭിപ്രായമുള്ളവരാകിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. അവിടെ പറയുന്ന പുളിച്ചമാവ അഭിപ്രായ ഭിന്നത, അതൊരു പുളിച്ചമാവ. അഭിപ്രായ ഭിന്നതയും വെച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകരുത്, ബഥേലിലേക്ക് പോകരുത്. ഒരു കുടുംബത്തിൽ താമസിക്കുന്നവർ തമ്മിൽ അഭിപ്രായ ഐക്യമില്ല. ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. സഭയിൽ അഭിപ്രായ ഐക്യതയില്ല. അഭിപ്രായ ഭിന്നതയുടെ പുളിച്ച മാവം കരുതി വെച്ചുകൊണ്ട് അത് കുടിച്ചിടാതെ, അതിനെ നീക്കിക്കളയാതെ ബഥേലിലേക്ക് പോകരുത്. നിന്റെ വഴിപാടിൽ തമ്പുരാൻ പ്രസാദിക്കത്തില്ല. ഭിന്നാഭിപ്രായം മാറ്റിക്കളഞ്ഞുകൊള്ളണം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, സഹോദരന്മാരെ, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയോ വല്ല മനസ്സലിവോ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഐക്യമത്യപ്പെട്ട് ഒരുമനപ്പെട്ട് എന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കുകയും. വിശ്വാസികളായ ദൈവമക്കൾ ഒന്നിച്ചിരിക്കണം. അവിടെയാ 133-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദൈവം തമ്പുരാൻ ജീവനും അനുഗ്രഹവും കൽപ്പിക്കുന്നത് അവിടെയാ. ആകിയാൽ അഭിപ്രായ ഭിന്നത, ഭിന്നാഭിപ്രായം അതൊരു പുളിച്ചമാവ. അത് ജീവിതത്തിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ബഥേലിൽ പോയി അഹങ്കരിക്കാൻ ശ്രമിക്കരുത്. നിശ്ചയമായിട്ടും അത് അനുഗ്രഹമായിരിക്കത്തില്ല. അടുത്തത് 1 കൊരിന്ത്യർ 5:8 അവിടെ മറ്റൊരു പുളിച്ചമാവിനെ കാണുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് തിന്മയും ദുഷ്ടതയുമായ പുളിച്ചമാവ്. ആ തിന്മയും ദുഷ്ടതയുമായ പുളിച്ചമാവിനെ ജീവിതത്തിൽ വെച്ചുകൊണ്ട്, തിന്മ
ദുഷ്ടതയെ വെച്ചുകൊണ്ട്, പാപ സ്വഭാവങ്ങളെ വെച്ചുകൊണ്ട്, അശുദ്ധ സ്വഭാവങ്ങളെ വെച്ചുകൊണ്ട്, ദുഷ്ടതയെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ബഥേലിലേക്ക് പോകരുത്. ആകയാൽ ഇവിടെ ഒരു കരുവേലകമുണ്ട്. കുടിച്ചിടാനുള്ളത് അവിടെ കുടിച്ചിട്ടേ പോകാവൂ. എന്താ കുടിച്ചിടേണ്ടത്? നിങ്ങൾ പുളിപ്പില്ലാത്തവരായി തീരുവാൻ പഴയ പുളിമാവിനെ അവിടെ കുടിച്ചിട്ടേക്കണം. അടുത്തത് കുടിച്ചിടേണ്ടത് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കിക്കളയുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ബഥേലിലേക്ക് പോകും മുമ്പ് രണ്ടാമത് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോണം. ആത്മാവിലും ജഡത്തിലുമുള്ള കന്മഷങ്ങൾ, അഴുക്കുകൾ, അശുദ്ധികൾ, ആത്മാവിൽ കുടിയിരിക്കുന്ന അശുദ്ധി, ജഡത്തിൽ കുടിയിരിക്കുന്ന അശുദ്ധി, ഇതൊക്കെ നീക്കിക്കളഞ്ഞിട്ട് വേണം ബഥേലിലേക്ക് പോകുവാൻ. ആത്മാവിലും ജഡത്തിലും തിന്മ സൂക്ഷിച്ചുകൊണ്ട് ബഥേലിൽ യാഗം കഴിക്കുവാൻ പോയിക്കഴിഞ്ഞാൽ ഒരിക്കലും ദൈവം നിന്റെ യാഗത്തിൽ പ്രസാദിക്കത്തില്ല. സഭാപ്രസംഗയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ദേഹത്ത് നിന്ന് നിന്റെ തിന്മയെ മാറ്റിക്കളവേ, നിന്റെ തിന്മയെ ദേഹത്ത് നിന്ന് മാറ്റിക്കളവേ. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ വെടിപ്പാക്കണം, കാലുകളുടെ പ്രവൃത്തിയെ വെടിപ്പാക്കണം, കണ്ണുകളുടെ പ്രവൃത്തിയെ വെടിപ്പാക്കണം, നാവിന്റെ പ്രവൃത്തിയെ വെടിപ്പാക്കണം, ദേഹത്ത് നിന്ന് തിന്മ നീക്കിക്കളയണം. എന്നിട്ട് മാത്രമേ ബഥേലിലേക്ക് പോകാവൂ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ കുടിച്ചിടേണ്ട, നീക്കിക്കളയേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇപ്പോഴും കോപം, അടുത്തത് ക്രോധം, അടുത്തത് ശാഠ്യം, അടുത്തത് ദൂഷണം, അടുത്തത് ദുർഭാഷണം, ഇവയൊക്കെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞേക്കണം. ഇതൊന്നും വെച്ചുകൊണ്ട് നടക്കരുത്. ചില ബഥേലിലൊക്കെ പോയി യാഗം കഴിക്കും, പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല, ഉപവാസം വേണമെങ്കിൽ എത്ര ദിവസം എടുക്കാം, പക്ഷെ കോപത്തിന് ഒരു നിയന്ത്രണവുമില്ല. ക്രോധമാണെങ്കിൽ പറയുമുണ്ട്, കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണത്തില്ലെന്ന. ആരോടാ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നറിയത്തില്ല. കോപത്തിനൊരു കുറവുമില്ല, ക്രോധത്തിനൊരു കുറവുമില്ല, തൊടുന്നതിനും വെക്കുന്നതിനുമൊക്കെ ശാഠ്യം, വായിൽ നിന്ന് വരുന്ന ദൂഷണങ്ങൾ, ദുർഭാഷണങ്ങൾ, ഇത് നീക്കിക്കളയാതെ ബഥേലിൽ പോകരുത്. ഇതൊക്കെ കൊണ്ടുചെന്ന് കരുവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടോണം. ഒരു വിഷയം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യനെ നിങ്ങൾ കുടിച്ചിടണം. അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നീക്കിക്കളയണം. പഴയ മനുഷ്യനുണ്ടല്ലോ, ഇന്ന് പലരുടെയും ജീവിതത്തില് പുതിയ മനുഷ്യനാ ജീവിക്കുന്നതെങ്കിലും അവസരം വരുമ്പോൾ പഴയ മനുഷ്യൻ കയറി വരും. എന്ന് വെച്ചാൽ പ്രത്യേക സന്ദർഭത്തിൽ പറയുക, എന്റെ പണ്ടത്തെ സ്വഭാവത്തിനാണെങ്കിലുണ്ടല്ലോ ഞാനൊന്നും ആയിരുന്നില്ല, സ്തോത്രം എന്ന് പറഞ്ഞു കളയും. അതാ പറഞ്ഞിരിക്കുന്നത്, ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ ഒരു പഴയ മനുഷ്യൻ അവൻ ഇപ്പോഴും കുഴിച്ചിട്ടിട്ടില്ല. അവസരം വരുമ്പോൾ അവൻ കയറി വരും. അവൻ പറയും, എന്റെ പണ്ടത്തെ സ്വഭാവം പണ്ട് ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കളയും. അത് കുടിച്ചിട്ടേ ബഥേലിലേക്ക് പോകാവൂ. ആ പഴയ മനുഷ്യനെ കുടിച്ചിടണം. ഇതൊക്കെ കുടിച്ചിട്ടിട്ട് ബഥേലിലേക്ക് യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു പോകണം. ബഥേലിൽ യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ ഇവിടെ 3 ആട്ടിൻകുട്ടിയെ കാണുന്നത്. അത് ഹോമയാഗത്തെ വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ട് 3 ആട്ടിൻകുട്ടി, 3 അപ്പം എന്നൊക്കെ പറയുന്നു. അത് കടന്നു പോകുന്ന 3 പേര്, ആ 3 പേര് കടന്നുപോയി 3 ആട്ടിൻകുട്ടിയെയും 3 അപ്പത്തെയും അടുത്തത് ഒരു തുരുത്തി വീഞ്ഞിനെ യാഗം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലും അവന്റെ ആത്മാവിലും അവന്റെ പ്രാണനിലും വിശുദ്ധീകരണത്തിനായി ആട്ടിൻകുട്ടിയെ കൊണ്ട് ഹോമയാഗം, 2 അവന്റെ കയ്യിലുള്ള അപ്പം കൊണ്ട് ഹോമയാഗത്തിന് മേലൊരു ഭോജനയാഗം, അവന്റെ കയ്യിലുള്ള വീഞ്ഞുകൊണ്ട് അതിന്റെ മേലൊരു പാനീയാഗം, ഇത് 3 അർപ്പിക്കുവാൻ വേണ്ടിയാ കടന്നു പോകുന്നത്. ആകയാൽ നമ്മുടെ ശരീരത്തില്, ആത്മാവിലും നമ്മുടെ പ്രാണനിലും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായി തീരുവാൻ ദൈവത്തിന്റെ സന്നിധിയില് ബഥേലിലേക്ക് കടന്നു ചെല്ലണം. അവിടെ നമ്മളൊരു ഹോമയാഗം അർപ്പിക്കണം. ഹോമയാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പൂർണമായ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ നമ്മളെ തന്നെ അർപ്പിക്കുക. രണ്ടാമത് നമ്മളൊരു ഭോജനയാഗമായി തീരണം. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ആഹാരമായി തീരണം. അടുത്ത് നമ്മളൊരു പാനീയാഗമായി തീരണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീരണം. ഈ നിലവാരത്ത് സമർപ്പിക്കപ്പെട്ട മനസ്സോടെ 3 പേർ യാഗം കഴിക്കുവാൻ ഇതാ ബഥേലിലേക്ക് കടന്നു പോകുന്നു. ഇവര് ഈ ശൗലിനെ കണ്ടിട്ട് കുശലം ചോദിക്കുന്നു. കുശലം ചോദിച്ചിട്ട് അവന് 2 അപ്പം കൊടുക്കുന്നു. സ്തോത്രം. ഇവനും ബഥേലിലേക്ക് പോകുവാനുള്ളവനാ. ബഥേലിലേക്ക് പോകും
പോകുന്നവർ രണ്ടപ്പം കൊടുക്കും. സ്തോത്രം. ആ രണ്ടപ്പം എന്ന് പറയുമ്പോൾ അത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഉയർപ്പിന്റെ പ്രത്യാശയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യഫലക്കറ്റ നിരാജനം ചെയ്തതിന്റെ 50-ാമത്തെ ദിവസം ആദ്യ വിളവ് കൊണ്ട് രണ്ടപ്പം ഉണ്ടാക്കി അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന് അത് സമർപ്പിക്കണം. അത് ആദ്യ വിളവ് തന്നെ. അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ഉയർപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെയും ജീവനോടെ സൂക്ഷിക്കുന്ന രൂപാന്തരപ്പെടുന്ന ഭക്തന്മാരെയും കാണിക്കുന്നു. ആകയാൽ ബേഥേലിലേക്ക് പോകുന്നവർക്ക് രണ്ടപ്പം കിട്ടും എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവനാണെങ്കിലും ക്രിസ്തുവിൽ മരിച്ചവനാണെങ്കിലും അവന്റെ കാഹള ശബ്ദത്തിൽ ഉയർപ്പിക്കപ്പെടും, രൂപാന്തരപ്പെടുമെന്നുള്ള ഉയർപ്പിന്റെ പ്രത്യാശ അവന് ലഭിക്കും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയയ്ക്ക് ശക്തി പോരാ, കുറച്ചുകൂടെ ശക്തി വരണം. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആകയാൽ ബേഥേലിൽ ചെന്ന് നമ്മൾ യാഗം കഴിക്കണം. ആകയാൽ കുഴിച്ചിടാനുള്ളതൊക്കെ കുഴിച്ചിട്ടിട്ട് നീക്കിക്കളയാനുള്ളതൊക്കെ നീക്കിക്കളഞ്ഞിട്ട് ഇതാ യാക്കോബ് ബേഥേലിൽ ചെന്ന് യാഗം കഴിച്ചതുപോലെ അന്യദൈവങ്ങളുടെ വിഗ്രഹങ്ങളെയും കുടുക്കുകളെയും കരിവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടിട്ട് ബേഥേലിൽ ചെന്ന് യാഗം കഴിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നീക്കിക്കളയേണ്ടതിനെ, അന്യമായതിനെ നീക്കിക്കളഞ്ഞിട്ട് പ്രാകൃതങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ബേഥേലിലേക്ക് പോകാം, ദൈവസന്നിധിയിലേക്ക് പോകാം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ പോകുമ്പോൾ നമുക്കൊരു നിർമ്മല മനസാക്ഷി ആവശ്യമാണ്. നിർമ്മല മനസാക്ഷി ഇല്ലാതെ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. അതുകൊണ്ട് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരച്ചെന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനെ അർപ്പിച്ച കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിന്റെ മനസാക്ഷിയിലെ നിർജീവ പ്രവൃത്തികളെ പോക്കി നിന്നെ എത്രയധികം ശുദ്ധീകരിക്കുക. ആകയാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ശുദ്ധ മനസാക്ഷി വേണം. ബദാലിൽ പോയി യാഗം കഴിക്കണമെങ്കിൽ അത് കരിവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടേ മതിയാവത്തുള്ളൂ. ആകയാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമോ ശുദ്ധ മനസാക്ഷി ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. അത് ജീവിതത്തിൽ പ്രാപിച്ചുകൊള്ളണം. അതാണ് ശമൂവേൽ കൊടുക്കുന്ന രണ്ടാമത്തെ ആലോചന. അടുത്ത വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 3-ാമത്തെ അരുളപ്പാട് ഇവിടെ ശമൂവേൽ കൊടുക്കുകയാ. അവിടെ വെച്ച് പറയുന്നു, നീ അവിടെ വിട്ട് ദേവഗിരിയിലേക്ക് പോകും. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചാട്ടെ. അതിന്റെ ശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിക്കെത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുൻപിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ അതിനുശേഷം ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിലേക്ക് നീ ചെല്ലും. പട്ടണത്തിലേക്ക് നീ കടക്കുമ്പോൾ അവിടെ നിന്റെ മുൻപിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവ വായിച്ചുകൊണ്ട് പ്രവചിച്ചുകൊണ്ടുവരുന്ന ഒരു കൂട്ടം പ്രവാചകന്മാരെ കാണും. അവരാത്മാവിൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്ന പ്രവാചകന്മാർ വീണകൾ മീട്ടിക്കൊണ്ട്, തപ്പെടുത്ത് കിന്നരം പാടി, അവർ കുഴൽ മീട്ടിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച്, അവരാത്മാവിൽ സന്തോഷിച്ച്, അവർ പ്രവചിച്ചുകൊണ്ട് ദൈവഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണും. നീ അവിടെ ചെല്ലുമ്പോൾ സഹോദര, നിന്റെ ജീവിതത്തിൽ ഒന്നാമത് റാഹേലിന്റെ കല്ലറത്തോൾ നീ ക്രമീകരിച്ചിട്ട് കരിവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടിട്ട് മൂന്നാമത് ദൈവഗിരിയിൽ ചെല്ലുമ്പോൾ അവിടെ ഇതാ നിന്നെ കാത്തിരിക്കുന്ന ഒരു കൂട്ടർ. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, അവർ വീണകളെടുത്ത് പാടുന്നവർ, കിന്നരങ്ങൾ വായിക്കുന്നവർ, തപ്പും കുടലുമെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നവർ, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, അവർ പ്രവചിക്കുന്നവർ. നീ അവിടോട്ട് ചെല്ലുമ്പോൾ അവർ നിനക്ക് എതിർപ്പെടും. നീ അവിടെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരും. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരുമ്പോൾ നീ ആൾ മാറിയതുപോലെ ആയിത്തീരും. നീ അങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങും. ഈ അടയാളങ്ങളൊക്കെ നിന്നിൽ കണ്ടുകഴിയുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് നീ ചെയ്തു കൊള്ളണം. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ദൈവവേദലെ യുക്തമെന്ന് തോന്നുന്നത് നീ ചെയ്തു കൊള്ളണം. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇതാകുന്നു കൊടുക്കുന്ന 3-ാമത്തെ അരുളപ്പാട്. അവൻ ദൈവഗിരിയിലേക്ക് ചെല്ലുന്നു. എന്താണ് ദൈവഗിരി? ചരിത്രപരമായി ദൈവഗിരിയെ പഠിച്ചാൽ അത് ശമൂവേലിന്റെ കാലഘട്ടത്തിൽ ശമൂവേൽ സ്ഥാപിച്ചൊരു വേദപാഠശാലയാണെന്നാണ് പൊതുവെ പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ പാഠശാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ശമൂവേലിന്റെ കാലത്തുള്ള വേദപാഠശാലയാണ് ദൈവഗിരിയെങ്കിൽ അതിന്റെ ചുറ്റും ഇസ്രായേലിന്റെ ശത്രു പാളയമടിച്ചിട്ടുണ്ട്. ഫെലിസ്ത്യരുടെ പട്ടാളം അതിനു ചുറ്റുമുണ്ട്.
ഇസ്രായേലിന്റെ ശത്രുവാകുന്ന ഫെലിസ്ത്യർ ദൈവഗിരിക്ക് ചുറ്റുമുണ്ട്. ആകെ ഒരു യാഥാർത്ഥ്യം ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ചുറ്റും ഒരു ശത്രുവുണ്ട്. ഫെലിസ്ത്യ സേന. നിനക്ക് പരിശുദ്ധാത്മാവുണ്ട്, ആത്മനിറവുണ്ട്, കൃപാവരങ്ങളുണ്ട്, അന്യഭാഷയുണ്ട്, ദൈവവചനമുണ്ട്, എല്ലാ വരങ്ങളുമുണ്ട്. പക്ഷേ നിന്റെ പാളയത്തിന് ചുറ്റും ഫെലിസ്ത്യരുടെ സൈന്യമുണ്ടെന്ന് മറന്നു പോകരുത്. ശത്രു നിന്റെ പാളയത്തിന് ചുറ്റുമുണ്ട്. ഫെലിസ്ത്യരുടെ സൈന്യം പാർക്കുന്നതായ ദൈവഗിരിയിലേക്ക് നീ ചെല്ലും. അതാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നവർ നിലനിൽക്കുന്നത് പരിശുദ്ധാത്മ ശക്തിയില്ല. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ലല്ലോ, അടുത്തത് വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, അടുത്തത് സ്വർലോഹങ്ങളിലെ ദുഷ്ടാത്മ സേനയോട്. അകൽ ദൈവമക്കൾക്ക് പോരാട്ടമുണ്ടെന്നേ. ആരോടാ പോരാട്ടം? അത് വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാര ലോകത്തെ ഭരിക്കുന്ന ദുഷ്ട അധിപതികളോട്, സ്വർലോഹങ്ങൾക്കകത്തുള്ളതായ ദുഷ്ടാത്മസേന. അത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവസഭയ്ക്കകത്തും പൈശാചിക ശക്തിയുണ്ട്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ദൈവമക്കളും ദൈവദൂതന്മാരും വിശുദ്ധന്മാരും മാത്രമല്ല, ഇതിനിടയ്ക്ക് പിശാചി ഇരിപ്പുണ്ട്. പിശാചും കടന്നു വന്നിട്ടുണ്ട്. യോബിന്റെ പുസ്തകം നമ്മൾ പഠിച്ചു നോക്കിക്കേ. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ ചെന്നു, പിശാചും അവിടെ ചെന്നു നിന്നു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുമ്പോൾ മഹാപുരോഹിതനായ യോശുവ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ചെന്നപ്പോൾ സാത്താൻ കുറ്റം ചുമത്തുവാൻ അവന്റെ അടുക്കൽ ചെന്നു നിന്നു. ആകയാൽ ദൈവസഭയ്ക്കകത്ത് ഒരു അന്ധകാര ശക്തി ഉണ്ട്. അതെന്തായിരിക്കും ചെയ്യുന്നത്? അത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവര് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഉറങ്ങുവാൻ വേണ്ട സപ്പോർട്ട് കൊടുക്കും. ഉറങ്ങിക്കരുതെന്ന് കേൾക്കണ്ടെന്ന് പറയും. സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ, ഒന്നും പ്രശ്നമില്ല, സംസാരിച്ചോളം പറയും. ഇതൊക്കെ പറഞ്ഞവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും ഇവരെ കൊണ്ട് ചിരിപ്പിക്കുന്നതും ഇവരെ ഉറക്കുന്നതൊക്കെ ഈ പുള്ളിയുടെ ജോലിയാ. ഇതിനകത്തവനുണ്ട്. ആകയാൽ ദൈവസഭയ്ക്കകത്ത് ദൈവജനത്തിന് വിരോധമായി പോരാടുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. അതാ വിശുദ്ധ പൗലോസിന്റെ ശരീരത്തിലുള്ളതായ കഷ്ടതയെക്കുറിച്ച് ദൈവം പറയുന്നു. ജഡത്തിൽ നിന്നെ കുത്തേണ്ടതിന് സാത്താന്റെ ഒരു ദൂതൻ നിനക്ക് ചുറ്റുമുണ്ട്. ആകയാൽ പൗലോസിന് ചുറ്റും സാത്താന്റെ ഒരു ദൂതനുണ്ട്. എന്തിനു വേണ്ടി? അവനെ കുത്താൻ. പാപം ചെയ്തൊരു വിശ്വാസിയെക്കുറിച്ച് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നത്, ആത്മാവ് ക്രിസ്തുവിന്റെ നാളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അവനെ ജഡസംഹാരത്തിന് വേണ്ടി പിശാചിനെ ഏൽപ്പിക്കുവാൻ ഞാൻ വിധിച്ചിരിക്കുന്നുവെന്ന് പറയുക. ആകയാൽ ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവസഭയൊക്കെ ആണെങ്കിലും അതിനകത്ത് ദുഷ്ടാത്മ ശക്തികളുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് അതിനോടാ. ആകയാൽ അത് പോരാടിക്കൊണ്ട് വേണം ദൈവമക്കൾ ജീവിക്കുവാൻ. ദൈവഗിരിയിലെ വാസം. പക്ഷേ ഫെലിസ്ത്യന്റെ സൈന്യം അതിന് ചുറ്റുമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. പക്ഷേ എങ്ങനെ ജയിക്കുവാൻ കഴിയും? അതിനകത്ത് താമസിക്കുന്നത് സാധാരണക്കാരല്ല, അവർ അഭിഷിക്തന്മാരാ. അഭിഷിക്തന്മാർ താമസിക്കുന്നിടത്തോളം ഒരു ശത്രുവും അടുത്തു വരത്തില്ല. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത്, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീഹങ്ങൾ അല്ല. നമ്മുടെ കയ്യിലുള്ളത് AK-47 അല്ല, നമ്മുടെ കയ്യിലുള്ളത് അമ്പമില്ലുമല്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല, മറിച്ച് കോട്ടകളെ പോലും തകർക്കുവാൻ ശക്തിയുള്ളതായ ദൈവത്തിന്റെ ശക്തിയേറിയ ആയുധങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വിശ്വസിക്കുന്ന മക്കൾ ആ ആയുധം കയ്യിലുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ പ്രിയപ്പെട്ട പ്രിയമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു പോകണം. അതാ ശൗലിനോട് ശമൂവേൽ ഓർപ്പിക്കുന്നത്. നീ യാഗപീഠത്തിൽ പോയി യാഗം കഴിച്ചനന്തരം ദൈവഗിരിയിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ അരിക്കലേക്ക് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ആത്മാവില് സത്യത്തിനുമുള്ള ആരാധന കാണും. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ആരാധന ഒരു തർക്ക വിഷയമാണ്. പലരും പറയുന്നത് ന്യായപ്രമാണ പാരമ്പര്യ പ്രകാരം ആരാധിച്ചു പോകണമെന്ന് പിടിവാശി പിടിച്ച ന്യായപ്രമാണത്തെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. ന്യായപ്രമാണവുമായിട്ടൊന്നും ചേരുന്നില്ലെങ്കിലും അതിനെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ ആരാധനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് ആരാധനയെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ശമര്യാസ്ത്രീയുമായിട്ട് അവൻ സംസാരിക്കുമ്പോൾ ശമര്യാസ്ത്രീ അവളുടെ ജീവിതം ശരിയല്ലെങ്കിലും അവൾക്ക് മതപരമായ കാര്യങ്ങളിൽ അല്പം ചൂടാ. ചില അങ്ങനെ അവിടെ ജീവിതത്തിൽ ദൈവമായിട്ട് പുലബന്ധമില്ലെങ്കിലും അവിടെ സമുദായത്തിന്റെ കാര്യം പറയുമ്പോൾ അവരങ്ങ് 10ാമത്തെ കട്ടപ്പൊങ്ങ്. എവൾക്കും അതാ സംഭവിച്ചത്. എവൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാ
രാജാക്കന്മാരൊക്കെ ആ ഗരീസി മലയിൽ ആരാധിക്കുന്നത്, നിങ്ങളൊക്കെ യെരുശലേമിൽ ആരാധിക്കുന്നത്. എവിടെ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത്? തമ്പുരാൻ മറുപടി പറഞ്ഞു, സഹോദരി, ഗരീസീമിലുമല്ല യെരുശലേമിലുമല്ല. സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലാണ് ആരാധിക്കേണ്ടത്, സത്യത്തിലാണ് ആരാധിക്കേണ്ടത്. അതിന്റെ നാഴിക വരുന്നു, അത് വന്നു കഴിഞ്ഞു, ഇരിക്കുന്നു എന്നവർ സ്ഥാപിച്ചു. ആകയാൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആത്മാവിൽ ആരാധിക്കണം, കൈയടിച്ച് ആരാധിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണം, ദൈവശക്തിയാൽ നിറയപ്പെട്ട് ദൈവത്തെ ആരാധിച്ചു കൊള്ളണം, തപ്പെടുത്ത് ആരാധിക്കണം, വീണമീട്ടി ആരാധിച്ചു കൊള്ളണം, കിന്നരമെടുത്ത് ആരാധിക്കണം, കുടൽ മീട്ടി ആരാധിച്ചു കൊള്ളണം. ആകയാൽ അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത സഭയോട് പറയുന്നത്, ആകയാൽ സഹോദരന്മാരെ, 1 കൊരിന്ത്യർ 14:26, ആകയാൽ സഹോദരന്മാരെ, എന്ത് നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് പാട്ടുണ്ട്, മറ്റൊരുത്തിന് ഉപദേശമുണ്ട്, വേറൊരുത്തിന് വെളിപ്പാടുണ്ട്, വേറൊരുത്തിന് അന്യഭാഷയുണ്ട്, സകലവും ആത്മീക വർധനവിന് വേണ്ടി മാത്രമായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇവിടെ ശൗല് ഈ പ്രവാചകന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്, യഹോവയുടെ ആത്മാവ് ശക്തിയോട് അവന്റെ മേൽ വരും. നിന്റെ ജീവിതത്തിൽ നീക്കി കളയേണ്ടതിനെ നീക്കി കളഞ്ഞിട്ട്, ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിച്ചിട്ട്, ഏറ്റു പറയേണ്ടതിനെ ഏറ്റു പറഞ്ഞിട്ട്, കുടിച്ചിടേണ്ടതിനെ കുടിച്ചിട്ടിട്ട് ബേഥാനിലേക്ക് വരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ മേൽ ഇറങ്ങിയതുപോലെ ശക്തിയോടെ നിന്റെ മേൽ ഇറങ്ങും. അത് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ശൗലിനോട് പറയുന്നു, അതേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങുമ്പോൾ പിന്നെ പഴയ ശൗലല്ല, അത് അവൻ ശമൂവേലിന്റെ അടുത്തിൽ നിന്ന് മാറിയപ്പോൾ തന്നെ ഇവൻ വേറൊരാളായിട്ട് വന്നത്. അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ദൈവഗിരിയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേൽ ഇറങ്ങി. യവനാൾ മാറിയതുപോലെയായി. യവൻ ആത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് തിരുവെടുത്ത് പറയുന്നു. ആത്മാവ് നിന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് യുക്തമെന്ന് തോന്നുന്നത് നീ ചെയ്തു കൊള്ളണം. സ്തോത്ര. ദൈവം നിന്നോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചൊരു ദൈവവേദനേ, നീ നിന്റെ ജീവിതത്തില് നിന്റെ ബുദ്ധി കൊണ്ട് പിന്നെ ആരാധിക്കാൻ ശ്രമിക്കരുത്. നിന്റെ ആത്മാവ് നിന്നോട് ചാടാൻ പറയുന്നെങ്കിൽ ചാടിക്കോടാ, നൃത്തം ചെയ്യാൻ പറയുന്നെങ്കിൽ നൃത്തം ചെയ്തോടാ, എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാൻ പറയുന്നെങ്കിൽ എഴുന്നേറ്റ് സ്തുതിച്ചോടാ, കരങ്ങളടിച്ച് ആരാധിക്കാൻ പറയുന്നെങ്കിൽ കരങ്ങളടിച്ച് ആരാധിച്ചോടാ. നീ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ യുക്തമെന്ന് നിനക്ക് തോന്നുന്നത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തോ. ദൈവം നിന്നോട് കൂടെയുണ്ട്. അതാണ് ആത്മാവിലുള്ള ആരാധനയുടെ സവിശേഷത. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ അത് കാണുവാനും കേൾക്കാനൊക്കെ ഉണ്ട്. യോഹന്നാൻ സ്നാപകന്റെ അമ്മയുടെ അരികെ ചെന്ന് ദൈവാത്മാവ് പറയുമ്പോൾ ഇപ്രകാരം പറയുകയാണ് ചെയ്യും. ദൈവത്തിന്റെ ദൂതൻ പറയുമ്പോൾ പറയുന്നു, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. പിന്നീട് യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിനെ കുറിച്ച് പറയുന്നത്, മറിയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ പിള്ള ഗർഭത്തിൽ തുള്ളി. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അയാൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ തുള്ളും, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ചാടും, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കും. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ സംസാരിച്ചു എന്ന തിരുവെടുത്തിൽ പറയുന്നത്. ആകയാൽ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ഉച്ചത്തിൽ സംസാരിച്ചോളണം. കാരണം ഇത് സാധാരണ ശക്തിയല്ല, ശൗലിനെ ആൾ മാറിയതുപോലെ ആക്കിക്കളഞ്ഞ ശക്തിയാ. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 4:7, എങ്കിലും ഈ അത്യന്ത ശക്തി അത് ഞങ്ങളുടെ സ്വന്തമൊന്നല്ല, ദൈവത്തിന്റെ ദാനം. ആകയാൽ ഈ ശക്തിക്ക് കൊടുത്തിരിക്കുന്ന പേര് ഇത് സാധാരണ ശക്തിയല്ല, ഇത് അത്യന്ത ശക്തിയാണ്. ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന അത്യന്ത ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു അത്യന്ത ശക്തിയാണ്, പരിമിതികളില്ലാത്ത ശക്തിയാണ്, വിടുവിക്കുവാൻ കഴിയുന്ന ശക്തിയാണ്, ആൾ മാറിയതുപോലെ നിന്നെ ആക്കി തീർക്കുന്ന ശക്തിയാണ്, നിന്നെ കൊണ്ട് പ്രവചിപ്പിക്കുന്ന ശക്തിയാണ്, നിന്നെ കൊണ്ട് തുള്ളി ചാടിപ്പിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ആകയാൽ ശൗലേ, നീ ദൈവഗിരിയിൽ ചെന്നിട്ട് അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരോട് ചേർന്ന് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നീ അന്യഭാഷകളിൽ സംസാരിക്കണം, നീ പ്രവചിക്കണം. നിന്റെ ജീവിതം തന്നെ അടിമുടി മാറ്റപ്പെടുവാൻ ഇടയായിത്തീരുക. അതാണ് ദൈവം കൊടുത്ത 3ാമത്തെ ആലോചന. അത് ശമൂവേലിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. ശമൂവേൽ ദൈവഗിരി സ്ഥാപിച്ചത്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അനുഭവം ദൈവം തന്നിട്ടുണ്ട്. അപ്പോസ്തോലിക കൂട്ടായ്മ, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന, അതിവിടെ കടന്നു വരണം. വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ദൈവശക്തിക്ക് ഇടം കൊടുക്കണം, അന്യഭാഷകളെ സംസാരിക്കണം.
പ്രയോഗിക്കണം, ഫെലിസ്ത്യന്റെ സൈന്യത്തോട് എതിരിടണം, പ്രാർത്ഥനയാൽ നീ ശത്രുവിനെ തോൽപ്പിക്കണം, അഭിഷേകത്തെ ശത്രുവിനെ തോൽപ്പിക്കണം, അതിനേറ്റൊരു അഭിഷേകം ദൈവത്തിന്റെ സഭയിൽ നീ പ്രാപിക്കണം. അടുത്തതായി അവസാനമായിട്ട് 4ാമത്തെ ആലോചനയിൽ പറയുന്നത് 1 ശമൂവേൽ 10-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും 4ാമത്തെ ആലോചന അവിടെ അറിയിക്കുന്നു. അവൻ പറയുന്നത് അതിനുശേഷം നീ ഗിൽഗാലിലേക്ക് പോകണം. ആ വാക്യം വായിച്ചു നോക്കിയാട്ടെ. എന്നാൽ നീ എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് പോകണം, ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. നീ എനിക്ക് മുമ്പായി ഗിൽഗാലിലേക്ക് പോകണം. സ്തോത്ര. അവിടെ ചെന്നിട്ട് ദൈവത്തിന്റെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കാനുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഈ ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൈവത്തിന്റെ ആലോചന അവസാനിപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാകുന്നു ചെയ്യുന്നത്. അവിടെ 4ാമത്തെ അരുളപ്പാട് കൊടുക്കുന്നു. നീ അവിടെ നിന്ന് പോകേണ്ടത് എവിടേക്കാണ് പോകേണ്ടത്? ഗിൽഗാലിലേക്ക് പോകണം. സ്തോത്ര. ഗിൽഗാലിലേക്ക് പോകുക എന്ന് വെച്ചാൽ എന്താണ് ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ? അത് യോശുവയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഗിൽഗാൽ എന്ന വാക്കിന്റെ അർത്ഥം? ഗിൽഗാൽ എന്ന വാക്കിന്റെ അർത്ഥം ഉരുൾ എന്നാകുന്ന. സ്തോത്ര. അത് യോശുവയുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ, മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. പക്ഷേ വഴിയിൽ വെച്ച് ജനിച്ച സന്തതികളിൽ ആരും പരിച്ഛേദന കേട്ടിട്ടില്ല. അങ്ങനെ ഇസ്രായേൽ മക്കളെ മുഴുവനും അഗ്രചർമ്മഗിരിയിൽ കൂട്ടിവരുത്തിയിട്ട് തീക്കല്ലുകൊണ്ട് യോശുവ അവരെ പരിച്ഛേദന കഴിച്ചു. അതുകൊണ്ട് മിസ്രൈമിന്റെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിട്ടു. ആകയാൽ നിന്റെ ജീവിതത്തിൽ നീ 4ാമത് കടന്നു വരേണ്ടത് മിസ്രൈമിന്റെ നിന്ന് ഇനി നീ വഹിക്കരുത്. അത് നിന്റെ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയണം. എത്രയോ വർഷമായി നീ വിശ്വാസത്വം നിലനിൽക്കുന്നു. പക്ഷേ ഇന്നുവരെ നിന്റെ മിസ്രൈമ സ്വഭാവങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം ഇതുവരെ പരിച്ഛേദന കഴിച്ചിട്ടില്ല. നിന്റെ ചെവി ഇതുവരെയും നീ പരിച്ഛേദന കഴിച്ചിട്ടില്ല. ആകിയാൽ ഇന്ന് രാത്രികാല മിസ്രൈമിന്റെ നിന്ന് നീ ചുമന്നുകൊണ്ട് നടക്കരുത്. രക്ഷിക്കപ്പെടും മുമ്പ് ഒരുപക്ഷെ നീ ക്രൂരനായ ഒരു വ്യക്തിയായിരിക്കാം, ഒരു കൊടുംപാവിയായിരുന്നിരിക്കാം, മദ്യപാനിയായിരുന്നിരിക്കാം, സമൂഹത്തിൽ നികൃഷ്ടനായിരുന്നിരിക്കാം, ഏത് നിലവാരത്തിലും ജീവിച്ചവനായിരുന്നിരിക്കാം. പക്ഷേ ഇവിടെ ഇതാ നീ ഗിൽഗാലിലേക്ക് വരിക. അവിടെ വെച്ച് നിന്റെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന കഴിച്ചിട്ട് നീ മാനസാന്തരപ്പെട്ടു ഒരു പുതിയ ദൈവപൈതലായി എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇതാ ഇസ്രായേൽ ജനത്തെ അഗ്രചർമ്മ ഗിരിയെങ്കിൽ വെച്ച് അവൻ തീക്കല്ലുകൊണ്ട് പരിച്ഛേദന കഴിച്ചനന്തരം യോശുവ വിളിച്ചു പറയുന്നു, മിസ്രൈമിന്റെ നിന്ന് നമ്മളെ വിട്ടു പോയിരിക്കുന്നു, ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിട്ടിരിക്കുന്നു. ആകയാൽ നീ വന്നെത്തേണ്ടത് ഗിൽഗാലിനോട് വന്നെത്തേണ്ടത് എന്ന് വെച്ചാൽ നിന്റെ പഴയകാല ജീവിതത്തിന്റെ സകല തിന്മകള്, സകല ദുഷ്പേരുകള്, സകല നിന്ദകള് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് നിന്റെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന കഴിച്ച്, നിന്റെ ചെവി പരിച്ഛേദന കഴിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുവാൻ, നിന്റെ പഴയ സ്വഭാവങ്ങളെ ഉരുട്ടിക്കളയുവാൻ നീ ഗിൽഗാലിലേക്ക് കടന്നു വരണം. അതാണ് ഗിൽഗാലിന്റെ പ്രത്യേകത. ഗിൽഗാലിൽ കടന്നു വന്നാൽ നിന്റെ പഴയ സ്വഭാവങ്ങള്, പഴയ മിസ്രൈമിൽ നിന്ന് പഴയ പാപപ്രകൃതങ്ങള്, പഴയ കാലത്ത് നീ വഹിച്ചുകൊണ്ടിരുന്ന ദുഷ്പേര്, അതൊക്കെയും നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കി കളയുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ പരിച്ഛേദന കഴിക്കണം. എന്ന് വെച്ചാൽ നിന്റെ ഹൃദയം നുറുങ്ങണം, നിന്റെ ഹൃദയം മുറിയണം, നീ ദൈവത്തിനുസരിച്ച് കരയണം, കണ്ണുനീരോടെ നിലവിളിക്കണം. നുറുങ്ങിയ ഹൃദയങ്ങളെ തമ്പുരാൻ ഒരിക്കലും നിരസിക്കത്തില്ല. അത് മാത്രമല്ല, രണ്ടാമത് ഈ ഗിൽഗാൽ എന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് ശൗലിന്റെ രാജത്വം പുതുക്കിക്കൊടുത്തത്. ആകയാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ നീ ഇവിടെ വെച്ച് പുതുക്കണം. പുതുതായി നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് നിന്നെ നിന്ന് ഉരുട്ടിക്കളഞ്ഞനന്തര നിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ നീ പുതുക്കണം. അവിടെ വെച്ച് നീ 2 യാഗം കഴിക്കണം. ഒന്ന് ഒരു ഹോമയാഗം, 2 ഒരു സമാധാനയാഗം. എന്താണ് ഹോമയാഗം എന്ന് പറയുന്നത്? ദൈവത്തോട് തീരുമാനം നീ എടുത്താട്ടെ, കർത്താവേ നീ എനിക്കൊരു ശിഷ്ടായുസ് തരുന്നെങ്കിൽ, എന്റെ ജീവിതത്തിൽ എനിക്കിനി എത്ര വർഷമുണ്ടെന്ന് അറിയത്തില്ല, നീ എനിക്കൊരു ശിഷ്ട ജീവിതം തരുന്നെങ്കിൽ അത് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുക, നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുക, നിനക്ക്
ആഹ്ലാദകരമായി ജീവിക്കുക. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ഗിൽഗാലിൽ വെച്ച് അങ്ങനെ ഒരു ഹോമയാഗം കഴിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്? ഇന്ന് രാത്രി നിങ്ങളുടെ നിന്ന് ഉരുട്ടിക്കളഞ്ഞിട്ട് നിങ്ങളുടെ രാജ്യത്വം പുതുക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞോട്ടെ, കർത്താവേ, ഇവിടെ ഇത് എന്നെ തന്നെ ഹോമയാഗമായിട്ട് അർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം നീ ബാക്കി തന്നാൽ, ഒരു മണിക്കൂർ നീ ബാക്കി തന്നാൽ, അത് ഞാൻ നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുക. നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുക. അത് മാത്രമല്ല, രണ്ടാമത് ഒരു സമാധാനയാഗം കഴിക്കണം. ഈ ലോകത്തിൽ നിനക്ക് ആര് ശത്രു ഉണ്ടായിരിക്കരുത്. ഒരൊറ്റ ശത്രുവിനെ നിനക്ക് അനുവദിച്ചിട്ടുണ്ട്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരൊറ്റ ശത്രു. നീ വിചാരിക്കും നിന്റെ ഭാര്യയാണെന്ന്, അല്ലെങ്കിൽ വിചാരിക്കുക അമ്മായിമ്മയാണെന്നല്ല. നിന്റെ ഭാര്യ അമ്മായിമ്മയൊന്നല്ല. നിനക്കൊരൊറ്റ ശത്രുവുണ്ട്. അത് പിശാചാണ്, അത് സാത്താനാണ്. അല്ലാതെ ഒരു വ്യക്തി പോലും നിനക്ക് ലോകത്ത് ശത്രുക്കൾ ഉണ്ടായിരിക്കരുത്. ലോകത്തിലെല്ലാവരോടും നീ സമാധാനം ആചരിക്കാൻ തീരുമാനിക്കണം. എങ്കിലേ നിന്റെ വിശുദ്ധീകരണം പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. ആകയാൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധി വിട്ടു പോകുമ്പോൾ നീ എല്ലാവരോടും സമാധാനത്തെ പാലിച്ച് ജീവിക്കുവാൻ നിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു തീരുമാനം നീ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായി നിന്നെ കെട്ടിവച്ചിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ നിന്നെ വിട്ട് അടിഞ്ഞു പോകുവാൻ ഇടയായിത്തീരും. നിന്നെ ബന്ധിച്ചിരിക്കുന്ന ശാപത്തിന്റെ ശക്തികൾ നിന്നെ വിട്ട് അടിഞ്ഞു പോകുവാൻ ഇടയായിത്തീരും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസ സഹോദരി പാസ്റ്റർ മനോഹരന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അവിടെ ആസ്മാരോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അനന്തരം പറഞ്ഞു വിട്ടു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്നു, വീണ്ടും പ്രാർത്ഥിച്ചു. അവർക്ക് സൗഖ്യമില്ല, പറഞ്ഞു വിട്ടു. വീണ്ടും പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നപ്പോൾ ദൈവാത്മാവ് പാസ്റ്റർ മനോഹരനോട് പറഞ്ഞു, ഈ സഹോദരിയുടെ ഉള്ളിൽ പകയുടെ ആത്മാവിരിപ്പുണ്ട്. പാസ്റ്റർ മനോഹരൻ ചോദിച്ചു, നിങ്ങൾ ആരോടെങ്കിലും ഐക്യമില്ലാതെ സമാധാനമില്ലാതെ ഇരിക്കുന്നു? ആദ്യം ആ സഹോദരി നിഷേധിച്ചെങ്കിൽ രണ്ടാമത് അവർ പറഞ്ഞു, അവിടെ ഭർത്താവിന്റെ സഹോദരിയോട് 30 വർഷമായിട്ട് സംസാരിച്ചിട്ടില്ല. പാസ്റ്റർ മനോഹരൻ പറഞ്ഞു, ഈ രോഗാത്മാവ് നിങ്ങളെ വിട്ടു പോകണമെങ്കിൽ ആ കയ്പ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെടണം. നിങ്ങൾ പോയി ക്ഷമ ചോദിക്കണം, നിങ്ങൾ സമാധാനത്തെ പാലിക്കണം. അതിനുശേഷം കടന്നു വന്നോട്ടെ. ആ സഹോദരി കടന്നുപോയി, നിരപ്പ് പ്രാപിച്ച് ക്രമീകരിച്ച് ആ വിശുദ്ധന്റെ അരിക്കൽ കടന്നു വന്നു. താൻ പ്രാർത്ഥിച്ചു, ദൈവ അത്ഭുത വിടുതൽ കൊടുത്തു. ഇന്ന് രാത്രി ഒരു സമാധാനത്തിന്റെ യാഗത്തെ നീ കഴിച്ചിട്ട്, ഞാൻ ദൈവത്തോട് സമാധാനം, വിശുദ്ധന്മാരോട് സമാധാനം, ദൈവമക്കളോട് സമാധാനം, എല്ലാവരോട് ഞാൻ സമാധാനത്തെ പാലിക്കുമെന്ന് ഒരു ഉടമ്പടി നിനക്കെടുക്കുവാൻ കഴിയില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കെട്ടുകളെ പൊട്ടിക്ക്. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുക. കണ്ണുകളെ മുറിയാട്ടെ, മുഴുവൻ കാലുകളെ മടക്കിയാട്ടെ. കേട്ട ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ ഗിൽഗാലിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. ഈ ഗിൽഗാലിൽ വെച്ച് നിന്നെ നിന്ന് ഉരുട്ടിക്കളഞ്ഞോട്ടെ. നിന്റെ രാജ്യത്വത്തെ നീ പുതുക്കിയാട്ടെ. ഇവിടെ വെച്ച് നിന്റെ ജീവിതത്തിൽ ഒരു ഉടമ്പടി ചെയ്താട്ടെ. കർത്താവേ, എനിക്ക് ഇത്ര വയസ്സായി, ഒരു ദിവസം കൂടെ തരുന്നെങ്കിൽ ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കുക. കർത്താവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുക്കുക. എല്ലാവരോടും ഞാൻ സമാധാനത്തെ പാലിക്കുക. 4 അരുളപ്പാടുകളെ കൊടുത്തു. അത് നിന്റെ ജീവിതത്തിൽ ജ്ഞാപകമായിരിക്കണം. റാഹേലിന്റെ കല്ലറത്തോൾ നീ ഓർത്തിരിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ബഥേലിലേക്ക് പോകുമ്പോൾ ആ കരിവേലകത്തെ നീ മറക്കരുത്. കുടിച്ചിടാനുള്ളത് കുടിച്ചിട്ടിട്ട് ബഥേലിലേക്ക് നീ കടന്നു പോകാവൂ. യാഗം കഴിച്ചു കഴിഞ്ഞാൽ നീ ദൈവഗിരിയിൽ പോയി അഭിഷേകം പ്രാപിക്കണം. അവിടെ ഫെലിസ്ത്യരുടെ പട്ടാളമുണ്ട്, നീ അതിനെ പോരാടി ജയിക്കണം. അഭിഷേകത്തെ നിറയുമ്പോൾ യുക്തമെന്ന് നീ ചോദിച്ചത് നീ ചെയ്തു പോകണം. അവിടെ നീ ഗിൽഗാലിലേക്ക് വരണം. നിന്റെ ഹൃദയത്തെ പരിശോധന കഴിക്കണം. ഒരു പുതിയ തീരുമാനം കൈക്കൊള്ളണം. നിന്നെ നിന്ന് ഉരുട്ടിക്കളയണം. നിന്റെ അഭിഷേകത്തെ നീ പുതുക്കണം. അനന്തരമായി നിന്റെ ജീവിതം ദൈവത്തിന് കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ തീരുമാനിക്കണം. ലോകത്തിലെല്ലാ മനുഷ്യരോട് സമാധാനം ഞാൻ ആചരിക്കുമെന്ന് ഇന്ന് രാത്രി നീ തീരുമാനിക്കണം. ആകിയാൽ യഹോവയുടെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ ഒരൽപ്പം നിൽക്ക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു കഴിഞ്ഞു. അത് ഏറ്റെടുത്ത് എത്ര മക്കളുണ്ട്? എന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. യേശുവേ, എന്റെ ജീവിതത്തെ ഞാനിതാ സമർപ്പിക്കുന്നു. ആ ഗിൽഗാലിലേക്ക് ഞാൻ വരുന്നു. കർത്താവേ, എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എന്റെ പാപക്കറകളെ കഴുകണമേ. എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. എന്റെ ഒട്ടകക്കോപ്പിലുള്ളതായ എന്റെ പ്രാകൃതങ്ങളെ ഏറ്റുപറയുന്നു. മറച്ചുവെച്ച സ്വഭാവങ്ങളെ ഏറ്റുപറയുന്നു. ഏറ്റുപറയാൻ ആഗ്രഹിക്കേണ്ട മക്കൾ, വിടുതൽ ആഗ്രഹിക്കേണ്ട മക്കൾ, ദയവായി വായി തുറന്ന് ദൈവത്തോട് നിലവിളിച്ചാട്ടെ. ആരും മൗനമായിട്ടിരിക്കരുത്. ദേവഗിരിയിൽ പിശാചുണ്ട്, ഫിലിസ്ത്യരുടെ പട്ടാളമുണ്ട്. സാത്താൻ ഒരുപക്ഷെ നിന്നോട് മൗനമായിട്ടിരിക്കാൻ പറഞ്ഞേക്ക്. സാത്താൻ ഒരുപക്ഷെ നിന്നോട് ആത്മാവിൽ നിറയരുതെന്ന് പറഞ്ഞേക്ക്. പക്ഷെ ദേവഗിരിയിൽ വന്നാൽ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങണം. നീ ആൾ മാറിയതുപോലെ ആയിത്തീരണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് യുക്തമെന്ന് നീ ചെയ്യണം. നിനക്ക് ആത്മാവ് സന്തോഷിക്കണമെങ്കിൽ
പരിശുദ്ധാത്മാവ് സന്തോഷിച്ചാട്ടെ. കരങ്ങളടിച്ച് സന്തോഷിച്ചാട്ടെ. വായു തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചാട്ടെ. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഫെലിസ്ത്യന്റെ പട്ടാളം തോറ്റോടട്ടെ. ബന്ധനങ്ങൾ അടിഞ്ഞു വീഴട്ടെ. ഇന്ന് രാത്രിക്കാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ രാത്രിയായി തരട്ടെ. എത്ര ദൈവമക്കളത് വിശ്വസിക്കുന്നു. നാം വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു കോറസ് നമുക്ക് പാടാം. പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് ഞാൻ അന്യനല്ല. ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത് നമ്മൾ ചേർന്ന് പാട്ടുപാടുമ്പോൾ ദൈവശക്തി നമ്മളിലേക്ക് ഇറങ്ങും. ഇരുട്ടിന്റെ അധികാരങ്ങളോട് കെട്ടുകൾ അഴിഞ്ഞു മാറും. ബന്ധനങ്ങൾ തകരും. പിശാചോടി വലിക്കോ. രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയെത്തിരും. പറവോന് ഞാൻ ഇനി അടിമയല്ല, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പറവോന് ഞാൻ ഇനി അടിമയല്ല, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പറവോന് ഞാൻ ഇനി അടിമയല്ല, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പറവോന് ഞാൻ ഇനി അടിമയല്ല, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പറവോന് ഞാൻ ഇനി അടിമയല്ല, പറവോന് ഞാൻ അടിമയല്ല. രോഗമേ നിനക്ക് അടിമ, വിശാലേ നിനക്ക് അടിമ, സാമ്പത്തിക സംഖ്യ നിനക്ക് അടിമയില്ല. ഇതാ ഞാൻ വിടുതൽ പ്രാപിച്ചിരിക്കും. ഇതാ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നെ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ അത്ഭുത വിടുതൽ തന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മധ്യം ഉണ്ട്. നീ തൊട്ട് സൗഖ്യം പ്രാപിച്ചോട്ടെ. വിശ്വാസത്താൽ വിടുതലെടുത്തോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ആ ദൈവഗിരിയിൽ അനുഭവം നമ്മുടെ മധ്യം ഉണ്ടാവട്ടെ. ആത്മാവ് ശക്തിപ്പെട്ടാവട്ടെ. പരിശുദ്ധം അതിന്റെ മേൽ വരട്ടെ. നീ ആൾ മാറിയതുപോലെ ആയിത്തീർന്നോട്ടെ. ആൾ മാറിയതുപോലെ ആയിത്തീർന്നോട്ടെ. ദൈവാത്മാവ് നിന്നെ പ്രവചിക്കുവാൻ അനുവദിക്കട്ടെ. പരിശുദ്ധം ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. ഇന്ന് രാത്രി അത്ഭുതം, ഇന്ന് രാത്രി വിടുതല്, ഇന്ന് രാത്രി കെട്ടുകൾ തകരും, ഇന്ന് രാത്രി രോഗികൾ സൗഖ്യം പ്രാപിക്കും. പറവോന് ഞാൻ ഇനി അടിമയല്ല, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പറവോന് ഞാൻ ഇനി അടിമയല്ല, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പറവോന് ഞാൻ ഇനി അടിമയല്ല, പറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. Praise the Lord, praise the Lord. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആലോചനകൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമുക്ക് ധാരാളമായി ലഭിക്കാനിടയായി. ദൈവവചനം അതിശക്തമായി നമ്മളോട് ഇടപെട്ടു. ഞാൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടുന്നതിന് നീ അല്പം നിൽക്കാം. നമ്മളോട് ഓരോരുത്തരോടായി ദൈവത്തിന്റെ അരുളപ്പാട് ഈ രാത്രികാലം അറിയിച്ചിരിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ അരുളപ്പാട്? പിതാക്കന്മാരുടെ ശാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമുക്ക് പിതാക്കന്മാരുടെ കല്ലറയിൽ എത്തുവാനിടയാകണം. നല്ല അവസാനത്തിനായിട്ട് അന്യമായതെല്ലാം ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുക. രണ്ടാമതായി, ആ കരുവേലക്കത്തിന് കീഴിൽ കുഴിച്ചിടേണ്ടതെല്ലാം കുഴിച്ചിടാം. കുഴിച്ചിടേണ്ടത്, ജീവിതത്തിൽ വെറുക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടത് എല്ലാം പുറകിലെറിയുക. ആ കരുവേലകം നമുക്കൊരു അടയാളമായി നിൽക്കുന്നു. അന്യമായതിനെയൊക്കെയും ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കിക്കളഞ്ഞ് അതിനെ
അവിടെ കുടിച്ചിട്ടിട്ട് മുമ്പോട്ട് യാത്ര തുടരുവാൻ ആഗ്രഹിക്കുക. മൂന്നാമതായി, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. നമ്മെ കർത്താവ് വിളിച്ചത് അവനെ ആരാധിക്കുവാനാണ്. നമ്മെ വിടുവിച്ചത് അവനെ ആരാധിക്കുവാനാണ്. നന്നായി ദൈവത്തെ എല്ലാവരും ആരാധിക്കണം. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആരാധിക്കണം. ആരാധനയിൽ കൂടെ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ അവസ്ഥയ്ക്കൊക്കെയും മാറ്റം വരുത്തുവാനിടയാകും. അതിനായിട്ടാണ് നാം കൂടി വന്നത്. നാലാമതായി, ജീവിതത്തിലെ എല്ലാ നിന്ദയും ഉരുട്ടിക്കളയുവാനിടയാകണം. ഇന്ന് രാത്രികാലം ഒരു നിന്ദ വഹിപ്പാൻ, നിന്ദിതരായി ഇനിയും ദൈവ വചനപ്രകാരം നിന്ദിതരായിരിക്കാനിടയാകരുത്. അത് യഥാർത്ഥ മാനസാന്തരമില്ല എങ്കിൽ നാം നിന്ദിതരായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടില്ല എങ്കിൽ നാം നിന്ദിതരായിരിക്കും. ദൈവിക വിശുദ്ധീകരണം പ്രാപിച്ചില്ല എങ്കിൽ നാം നിന്ദിതരായിരിക്കും. ആ നിന്ദകളെല്ലാം ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുവാനിടയാകട്ടെ. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ രാജ്യത്വത്തെ പുതുക്കാം, ജീവിതത്തെ പുതുക്കാം. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ പുതുക്കാം. നമുക്ക് ഹോമയാഗം കഴിക്കാം. ഒരു പുതിയ തീരുമാനമെടുക്കാം. അന്യമായതെല്ലാം നീങ്ങിപ്പോകട്ടെ. അത് ഹോമയാഗമായി തീരട്ടെ. അത് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതാതെ ഇരിക്കട്ടെ. ഒരു സമാധാനയാഗം കഴിക്കാം. ദൈവത്തോടും മനുഷ്യരോടും സമാധാനം ആചരിക്കാം. സമാധാനത്തിൽ വാഴാം.